ദുനിയാവിൽ പടച്ചോൻ ചൊന്ന നിയമങ്ങൾ പാലിച്ചാണ്ടായെങ്കിൽ സ്വർഗത്തിൽ പോകണം, അല്ല എങ്കിൽ നരകത്തിൽ പോകണം. എവിടെയും നിയമങ്ങൾ വേണ്ടാൻ തൊഴിലാളിമാരുള്ളാറുണ്ട്, ബ്രേക്ക് രോഗികളാണ്. അങ്ങനെ പോയി യുക്തിവാദത്തിൽ കൊണ്ടാണ് ദേവരില്ലാണ്ടുള്ള അവസ്ഥയിൽ എത്താറ്. നാസ്തികത്തെ ദേവരില്ലാണ്ടെന്നെങ്കിൽ എല്ലാ സുലഭയ്ക്ക് എങ്ങനെയും പോകാം, എങ്ങനെയും പറയാം. എത്രമോ ആൾമാർ യുക്തിവാദത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. യൂറോപ്പിലെല്ലാം ഇത് സർവ്വവ്യാപകമായുകൊണ്ട് ഒരു കണക്ക് പ്രകാരം 2050 ലോകത്തെ ഏറ്റവും കൂടുതൽ ആൾമാർ ഇങ്ങനത്തെ ആൾമാരായി മാറാറ്. പേരിൽ മുസ്ലിം ധർമ്മം, പേരിൽ ക്രിസ്തു ധർമ്മം, പേരിൽ ഹിന്ദു ധർമ്മം ലിഖു, പേരിൽ ആധാർ കാർഡ് ലിഖു. പക്ഷെ യഥാർത്ഥത്തിൽ അവൻ ആരായിട്ട് കൊള്ളണമെന്നില്ല. മുസ്ലിമായി അല്ല, ഹിന്ദു അല്ല, അല്ലെങ്കിൽ ക്രിസ്തു അല്ല. അവൻ്റെ പുതിയൊരു ധർമ്മം ദേവരയില്ല. ദേവരൊന്നും വാദിക്കണമെങ്കിൽ താഴ്മാർ അത് ഏത് ധർമ്മ താഴ്മാറും ആവട്ടെ, ചിലപ്പോൾ നമുക്ക് ചില നിയമങ്ങളെല്ലാം ഇട്ട് അതിൽ ഉൾക്കത്തങ്ങ പോണ്ടാക്കാം. സത്യേത് അസത്യേത് അത് വേറെ വിഷയം. ദേവരയില്ലാണ്ട് മനസ്സിലാവുള്ളൂ, നിങ്ങൾക്ക് ബ്രേക്ക് ഇല്ലാത്ത പോലെയാവുള്ളൂ. മനുഷ്യരെപ്പോഴും ബ്രേക്ക് ഇല്ലാണ്ടിരിക്കലാണ് ഇഷ്ടം. പക്ഷേ ബ്രേക്ക് ഉണ്ടാവലാണ് ബുദ്ധി. നിങ്ങൾ നല്ല ഹൈവേയിൽ പോകുമ്പോൾ ഗാഡി പിടിച്ചിട്ട് പോകുമ്പോൾ നിങ്ങളെ മനസ്സിലെല്ലാം തോന്നലെ കൂത്തിരിയോളെ പോകുന്നുണ്ടാണ്. ബ്രേക്കിന് ആർക്കും മനസ്സില്ല, ആരൊക്കെ മെനം കേട്ടു നോക്കും. അപ്പൊ അവൻ ചെറുതെ എതിർന്നൊരു ഗാഡിയും പറഞ്ഞു പോതീറ, ബ്രേക്കിന് പോതീറ, അങ്ങനെ ചൊല്ലേ. അങ്ങനെ ഉണ്ടായെങ്കിൽ നിക്കൊരു സ്പെഷ്യൽ ഹൈവേ വേറെ ആപ്പാട്ടണോ, അവിടെ ബ്രേക്ക് ഇടണോളൂ. ബ്രേക്ക് ഇടൽ നല്ല സേഫ്റ്റിയാണ്. ബ്രേക്ക് ഇട്ടെങ്കിൽ നല്ല ജീവനിൽ ബ്രേക്കിലാണ്ട് പോയെങ്കിൽ നശിച്ചു പോകാം. അപ്പൊ എല്ലാവർക്കും അങ്ങനെയാണ്. പെൺമക്കളും ആൺമക്കളും പെണ്ണിങ്ങവും ആണിങ്ങവും എവിടെയും ബ്രേക്ക് കൊണ്ടുപോകും. ഒരു കമ്പനിയുടെ ആള് മാനേജർ, അതിൽ മാലിക്ക, അതിൽ പണിയെടുക്കണമെങ്കിൽ താഴ്മാറും ആ കമ്പനിയും കുറെ നിയമങ്ങൾ വെക്കണം. നിയമങ്ങളില്ലാത്ത കാലത്തോളം ഒന്നും മുന്നോട്ട് പോകുന്നത് സാധ്യമില്ല. ദേവരില്ലാണ്ടുണ്ടെങ്കിൽ രാഷ്ട്രത്തെ ആൾമാർ വരെ ശക്തമായ നിയമങ്ങൾ ആ രാഷ്ട്രങ്ങളിൽ വരെ ഉണ്ട്. അങ്കും കൊണ്ടുണ്ടു നിയമങ്ങളില്ലെങ്കിൽ ഒരു രാഷ്ട്രത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധ്യമല്ല. അപ്പൊ ഞാൻ തന്നെ നിയമങ്ങളുള്ളത് മനുഷ്യനാണ്. അത് പാലിക്കുമ്പോഴാണ് അവൻ യഥാർത്ഥത്തിൽ മനുഷ്യനവിടെ. കാക്കിയത് നിയമമില്ല, ബാക്കി ഭക്ഷിക്കുന്നത് നിയമമില്ല. നിങ്ങളോടത്തോട് മങ്ങിലാക്കി ആരെന്ന് വിചാരിക്കാം. ആ മങ്ങിൽ തണ്ട് നിങ്ങൾ വിളിച്ചെങ്കിൽ ആൾമാർ വേണ്ട, മങ്ങിയത്ത് വിളിച്ച ആൾമാർ പോകണമോ? വിളിക്കാത്ത ആൾമാർ മങ്ങിയത്ത് പോണു തീറ. വിളിക്കാത്ത ആൾമാർ ചിലപ്പോൾ പോണ്ടാറ് തുപ്പയിലായിട്ട് പോകണ്ട, എന്തുകൊണ്ട് വിളിക്കാണ്ട് പോണ്ടേ. എവിടെ ചോറുണ്ടോ കേൾക്കുമ്പോൾ അവിടെ ഓർഡറിങ് ആൾമാരുള്ളതാണ്. ചില ഹോളുടെ ആൾമാർ സമസ്യ എന്തെങ്കിലും വന്നെങ്കിൽ അങ്ങനെ ചോട്ടെ എവിടെ വിളിക്കാത്ത ആൾമാർ വേണ്ടാറില്ല. എത്രമോ ചെന്നതുണ്ടു. ഇത് വെറും മോശപ്പെട്ട ഏർപ്പാടാണ്. വിളിച്ച ആൾമാർ പോകണം. അങ്ങനെ വിളിച്ച ആൾമാർ കൊണ്ട് അവിടേക്ക് വിളിക്കാത്തവർക്ക് പോയെങ്കിൽ ഒരു മനുഷ്യൻ പോയെങ്കിൽ യൗത്രവും ഒരുക്കിയിരിക്കില്ല. അവരോടെ ഞാൻ വിളിച്ചിട്ടില്ല, എങ്ങനെ തന്നെ പോണ്ടവർക്ക് മര്യാദ പോകുന്നു. അതേ സമയത്ത് അവിടെ ഒരു ഭക്തി വന്നിട്ട് ഈ മണ്ണിന്റെ ചോദ്യങ്ങളൊന്നും നോക്കുകയില്ല. അപ്പൊ ഈ ഔത്രവും ഒരിക്കലും ഭക്തിരൊട്ടിയെ പോയിട്ട് ചോറാക്കില്ല, കാക്കരൊട്ടിയെ പോയിട്ടില്ല, എല്ലാവരും എനിക്കേറ്റില്ല. അപ്പം കേൾക്കാനുണ്ടായി ഒന്ന് ബുദ്ധിയും വേണ്ടാക്കാം. കാക്കി എവിടെ പോകാം, 6 മണിക്ക് പോകാം, 6:30 മണിക്ക് പോകാം, എനിക്ക് വേണ്ടി കാട്ടിക്ക് പോവാം. ആ കാക്കിയത് നിയമങ്ങളില്ല. അത് എങ്ങനെയാണോ അങ്ങനെ ജീവിക്കാം. മനുഷ്യങ്ങനെയല്ല. നിങ്ങൾ നല്ലൊരു അവരെത്തിയാലോ 10 മിനിറ്റ് അവിടെ നല്ല ജനങ്ങളോ മൂടിയത്. അങ്ങനെ നിങ്ങൾക്ക് ആ ജാഗ നിങ്ങളുടെ പേരിലാക്കുക. ക്രമപണിയും പൈസ കൊടുത്തത് വേറെ, നിങ്ങളുടെ പേരിൽ രജിസ്റ്ററാക്കുക. അത്രയും പൈസവേനായത്, അവർക്ക് എത്ര പൈസവേനായത്, ഞങ്ങളുടെ ഭാഗത്ത് വസ്തുവത്ര മാത്രമായത്. അങ്ങനെ ഒരു നാൾ നോക്കുമ്പോൾ ഞങ്ങളുടെ മനസ്സും കാറ്റ് ഊര് വെട്ടിയിരുന്നാണ്ട് എങ്കിൽ നിങ്ങൾ കേൾക്കുവാറ ഊര് വെട്ട് വേറെ പെർമിഷനുണ്ടെങ്കിൽ മറ്റോടെ അവരുണ്ടാക്കി എത്ര പെർമിഷൻ, എത്ര ആൾമാരെ കാൽപിടിക്കാനായി വന്നത്, എത്ര വട്ടം ഞാൻ പഞ്ചായത്ത് ഓടിയില്ല, എത്രയോ പണിയായിട്ട്. പക്ഷേ ഈ കാക്ക പഞ്ചായത്ത് മെമ്പറുടെ അധ്യക്ഷರಿಗೆ പെർമിഷൻ കേൾക്കാൻ പോകട്ടെ. ഈ ഔട്ടർ മാലിക്കായ നല്ലൊട്ടി കേട്ടോ, നല്ലൊട്ടി കേട്ടിലേക്ക് അവരുണ്ടല്ലേ ബുദ്ധിയുള്ള ഔട്ടർ മാലിക്ക ചെല്ലാതെ എന്തേ അതങ്ങനെയാണ് വർക്കപ്പെട്ടത്. അത് കൂടുതൽ നിയമങ്ങളുമില്ല. നിയമങ്ങളുള്ളത് മനുഷ്യരാണ്. മനുഷ്യരുടെ നിയമങ്ങൾ നിർബന്ധമാണ്. ഈ രാജ്യത്ത് കർണാടകത്ത് ഒരു 10 നാൾ ഒരു നിയമവും ഇല്ല. കൂടുതൽ CM പാസ്സാക്കിണ്ടാവും, ചില ആൾമാർ പുതിയാവും. പക്ഷേ 10 നാൾ കഴിയുമ്പോൾ കർണാടകമേ ഇല്ലാതെ ഒരു പോലീസുണ്ട്, SI ഉണ്ട്, ബാക്കി കാര്യങ്ങളുണ്ട്, ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. നിയമങ്ങൾ പാലിക്കുന്ന ആൾമാർ, തപ്പാക്കിയും ശിക്ഷാക്കണം കേട്ട ആൾമാർ, ഇതെല്ലാം വേണം. 10 നാൾ പാസ്സാക്കിയിട്ട് എന്ത് വേണം കാക്കാം. ഏത് തപ്പാക്കാം, ആർ കേൾക്കുകയില്ല, പിടിക്കുകയില്ല എന്ന് ചൊല്ലെങ്കിൽ ഒരു അവസ്ഥ നാട് നശിച്ചു പോകും. 10 നാൾ കഴിയുമ്പോൾ അജമയിക്കാൻ
അപ്പൊ ഇതെല്ലാം സമ്മതിക്കണമെങ്കിൽ മനുഷ്യൻ ഇത് മൊത്തം സൃഷ്ടിച്ച് പരിപാലിക്കണമെങ്കിൽ റബ്ബ് നിയമങ്ങൾ തരുമ്പോ അതർ പാലിക്കുക അത്ര സുലാഭത്തിലാവുള്ള മനുഷ്യൻ അവിടെ ബാക്ക് പോണ്ട. അതുകൊണ്ട് പരാജയത്തെ ലക്ഷണമാണ്, അവൻ നശിച്ചു പോകണം. അപ്പൊ ഞാൻ ചെന്ന് വന്നുകൊണ്ടുള്ളേ പടച്ചറപ്പ് വെച്ചെടുത്ത നിയമങ്ങൾ പാലിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ മുഅ്മിനാവുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലു, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ യകൂന ഹവാഹു തബഅൻ ലിമാ ജിഅ്തു ബിഹി. നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാൾ മുഅ്മിനാവുന്ന ഏതുവരെ ഞാൻ കൊമ്പുന്നത് അവൻ അനുസരിക്കടത്തോളാം, ഞാൻ എന്താണോ ചെന്നത് അവിടെ അവൻ നിൽക്കണം. വേറൊക്കെ അങ്ങനെ ചൊല്ല, ഇപ്പുറത്താൽ ഇങ്ങനെ ചെന്നുകൊണ്ടുണ്ടോ, പരിസരത്തൗത്തരങ്ങ് അങ്ങനെ ചെന്നുകൊണ്ടുള്ളാറ്, ചങ്ങായിമാർ ഇങ്ങനെ ചൊല്ലാറ്, കുടുംബത്തങ്ങ് അങ്ങനെ ചൊല്ലാറ്, അതെന്തും നോട്ടമില്ല. യഥാർത്ഥത്തിൽ നാം ഒരു മുഅ്മിനാവുന്നുണ്ടായെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചൊന്നു അവിടെ നിൽക്കണോ, കാൽ കൊപ്പാട്ടിട്ട് ചെറുപ്പ് മുറിക്കണോ. പക്ഷേ ഞാൻ ഇന്ന് ചെറുപ്പ് കൊപ്പാട്ടിട്ട് കാൽ മുറിക്കുന്ന പണിയാണ് ആക്കിക്കൊണ്ടുള്ളേ. അങ്ങനെ ആക്കുന്തോറും ഒരാളും പൂർണ്ണമായ മുഅ്മിനാവുന്നേണ്ട് ചൊന്നത് ഈ ശരീഅത്ത് നമുക്ക് പഠിപ്പാട്ടി തന്നെങ്കിൽ നേതാവാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ ചെന്നവിടെ കേൾക്കണം, എൻ്റെ വീട്ടിലൊരു പ്രോഗ്രാം ആക്കുമ്പോ, മങ്ങിലാക്കുമ്പോ, ബാക്കി എന്ത് കാര്യക്രമം ആക്കുമ്പോ അവർക്ക് വിട്ടാണ് അങ്ങനെ ആക്കിരാറുള്ള, അങ്ങനെ എന്തെല്ലാം ആക്കിരാറ്, അങ്ങ് ഹറാമായ കാര്യങ്ങളെല്ലാം ആക്കിരാറ്. ആണ് പെണ്ണും ഇസ്രായേൽ ഒരു ആൾക്ക് മങ്ങിത്തു പോകുന്നില്ല, അവിടെ ആണും പെണ്ണും മിശ്രാണ്, ഇഖ്തിലാത്താണ്, സംഗതി ഹറാമാണത്. പക്ഷെ ആ ഹറാമെല്ലാം എടുക്കപ്പെട്ടു കൊണ്ടെങ്കിൽ അവസ്ഥയിലാണ്. ഏറ്റവും നല്ല ആളെ വങ്ങിയത്തിലും അത് നടന്നുകൊണ്ടിരിക്കുന്നത്. അവൻ 5 വക്ത് ജമാഅത്തിലും പോവാ, ബാക്കി കാര്യത്തിലെല്ലാം പോവാ. പക്ഷെ അവിടെ എത്തുമ്പോ അതെല്ലാം ബാത്തിലായി കൊണ്ടു. ഇത് ദീനല്ല. ദീനിൽ ചെന്നെങ്കിൽ എല്ലാ പക്ക ബാലൻസ് പാലിക്കുമെന്ന് എന്നെ കൊണ്ട് സാധ്യമാവുന്നു. അപ്പൊ അതെന്ത് നിങ്ങാക്കാരും ചെന്നെങ്കിൽ അത് റായത്തെ രൂപി എങ്ങനെയല്ല ഉസ്താദ്, റായത്തെല്ലാവരും അങ്ങനെ ആക്കിക്കൊണ്ടുള്ളാറ്. ഞങ്ങൾ നിരക്കരൽ മണിയാണ് മുന്നിലായിട്ട് എന്ത് തൊഴിൽ അങ്ങനെ അവസ്ഥ കേട്ടെങ്കിൽ അപ്പൊ ഞങ്ങൾക്ക് എല്ലാം ആക്കണ്ടേ, ഞങ്ങളുടെ സമ്പത്ത് ഇതെല്ലാം കാട്ടണ്ടേ എന്ന് ചിലപ്പോൾ മറുപടി ചെല്ലാറ്. എങ്കിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാഷയിൽ ഞാൻ സമ്പൂർണ്ണ മുഅ്മിനാവുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നിട്ട് ലോകത്ത് ഏത് PM അല്ല, ഏത് CM അല്ല, ഏത് പണക്കാരനല്ല, ഏത് വിവരമുള്ളവനും ഇല്ലാത്തവനുണ്ടോ അവനൊരു നിയമം ചെന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നെന്ന് ചെന്നുകൊണ്ടു എങ്കിൽ നീ ഓടി നിൽക്കും. ഓടി നിന്നെന്ന് മാത്രം മുഅ്മിനോടെ വലിയ പണിയുണ്ട്. ഒരു ഹദീസുണ്ട്, മൻ തമസ്സക ബിസുന്നതി ഇൻദ ഫസാദി ഉമ്മതി ഫലഹു അജ്റു മിഅതി ശൈഖ്. എല്ലാവർക്കും കാണാനുള്ള ഹദീസ്. നന്റെ ഉമ്മത്ത് ഫസാദാവുമ്പോ ഒരു സുന്നത്ത് ഒരാൾ മുറുകെ പിടിച്ചാണ്ടായെങ്കിൽ അവനൊരു 100 ഷഹീദര കൂലി ഉണ്ട്. 100 ഷഹീദര കൂലി. ഒരു ഷഹീദാവിടെ എത്ര പണിയുണ്ട്. ഷഹീദാവിടെ ഒട്ടറാസ് പോയിട്ട് അടിച്ചുകൊണ്ട് മരിച്ചിട്ട് ഷഹീദാവിടല്ല. ചിലപ്പോൾ അത് കാത്തിൽ വന്ന് മക്തൂല് പിന്നാർ അങ്ങനെ കൊന്നവനും കൊല്ലപ്പെട്ടവനും നരകത്തിൽ നിരസമാകുന്നതിലും തോന്നും. അപ്പൊ സ്വഭാവത്തിലെ സംശയം, കൊന്നവൻ നരകത്തിൽ ഓക്കെ, കൊല്ലപ്പെട്ടവൻ എങ്ങനെ നരകത്തിൽ അവിടെ അവൻ നിരപരാധിയാക്കിക്കാരെ? മറുപടി, കൊന്നവനും ഈ കൊല്ലപ്പെട്ടവന്റെ കൊല്ലണവും ചെന്നിട്ട് അക്രമത്തിൽ വന്നേ അങ്ങനത്തെ നീയത്തിണ്ട് ഓണും അതേ നീയത്തിണ്ട് അവന്റെ കൊല്ലണം ഓണം പോയില്ലേ. പക്ഷേ സന്ദർഭത്തിൽ അവൾ കായില്ല, അവന്റെ ഓണവും തോന്നിച്ച അപ്പൊ രണ്ടാളും അക്രമത്തിലേക്ക് പോയില്ലേ. അതുകൊണ്ട് കൊന്നവനും കൊല്ലപ്പെട്ടവനും നരകത്തിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ചിലപ്പോ അങ്ങനെ ഷഹീദ് അങ്ങനെയല്ല. മൻ ഖാതല ലിതകൂന കലിമത്തുല്ലാഹി ഹിയൽ ഉൽയാ ഫഹുവ ഫീ സബീലില്ലാഹ്. അല്ലാഹുവിന്റെ പേരിലുള്ള ഷഹീദ് ആരെങ്കിൽ അല്ലാഹുവിന്റെ ദീൻ മേലെയാവണമെന്നുള്ള ഏക ലക്ഷ്യത്തിൽ അവൻ പോരാട്ടാക്കിയ അങ്ങനെ ഷഹീദായ എങ്കിൽ അവനാണ് ഷഹീദ്. അപ്പൊ ആ ഷഹീദിന്റെ പ്രതിഫലം എത്രയാണ്? ശുഹദാക്കൾക്ക് മരണമില്ല. ولا تحسبن الذين قتلوا في سبيل الله اموات بل احياء عند ربهم يرزقون ولا تحسبن الذين قتلوا في سبيل الله امواتا. അങ്ങ് മരിച്ചെന്നാണ്ട് നിങ്ങൾ വിചാരിക്കണ്ട, അങ്ങ് ഹയാത്തുള്ള ആളുകളാണ്. പവിത്ര ഖുർആൻ എന്നുകൊണ്ടുള്ള ശുഹദാ എപ്പോഴും ജീവിച്ചുള്ള ആൾമാർ. അങ്ങ് അത്രയും വലിയ പ്രതിഫലമുണ്ടോ. അപ്പൊ ഷഹീദാവണെങ്കിൽ ബദറിൽ പോകുന്നു, ഉഹദ് പോയ ആൾമാരുള്ള അങ്ങനെ യുദ്ധത്തിൽ പോയി ഷഹീദായ ആൾമാർ കൂടെ ചെന്നുകൊണ്ടുണ്ട്. ഒരാള് ഒരു സുന്നത്ത് നന്റെ ഉമ്മത്ത് പ്രസാദാവുമ്പോ മുറുകെ പിടിച്ചുണ്ടായെങ്കിൽ 100 ഷഹീദര കൂലി ഉണ്ടോ. ഒരു കാലത്ത് ഒരു ടൈമിൽ നാം മനസ്സിലാക്കിയിട്ടില്ല ആദ്യത്തരത്തോനെ ചെന്നല്ലേ, അതുപോലത്തെ മനസ്സിലാക്കലാണ്. അപ്പൊ ഞങ്ങൾക്ക് എന്തൊരു കൊണ്ടായിട്ട് നന്റെ സമുദായം പ്രസാദായം കൊണ്ടു. അപ്പൊ ഞാൻ ഒരു സുന്നത്ത് കെട്ടിപ്പിടിച്ച എങ്കിൽ ഞങ്ങൾക്ക് എത്ര കൂലി ഉണ്ടോ? 100 ഷഹീദര കൂലി ഉണ്ടോ അല്ലെ. ഇപ്പൊ നിങ്ങൾ ഉദർത്ത് വന്നാൽ ഉദർക്കുമ്പോ ഷാഫി മദ്ഹബ് പ്രകാരം തലത്തെല്ല് തടയുന്നയാവും. അതേസമയത്ത് സുന്നത്ത് എന്തേ സുന്നത്ത് ഫുള്ളായിട്ട് ഇങ്ങനെ തടവണം. മുടി കൊണ്ടുണ്ടായിരുന്നു 2ാമത് കൊമ്പറന്നു. അപ്പൊ ഫുള്ള് തല തലകൾ സുന്നത്താണ്.
അപ്പൊ നിന്റെ ഉമ്മത്ത് ഫസാദായതുകൊണ്ട് സുബഹി നിസ്കാരത്തിന് വരുമ്പോ ഉള്ളെടുക്കുമ്പോ ഞാൻ ഒരു സുന്നത്തെടുത്ത് അവനക്ക് എത്ര സഹീദർ കൂലി കിട്ടിയിട്ട് 100 സഹീദർ കൂലി കിട്ടിയിട്ട് ശരിയല്ലേ ഓക്കെ. അതുപോലെ ഞാൻ പള്ളിക്ക് വരുമ്പോ ബദ്ധകാൽ വെച്ച് എന്റെ ഉമ്മത്ത് ഫസാദായതുകൊണ്ട് പള്ളിക്ക് വരുമ്പോ ബദ്ധകാൽ വെച്ച് 100 സഹീദർ കൂലി 200 പുറത്ത് പോകുമ്പോ ഇനി രണ്ടാമത് ഇടത്തെ കാൽ വെച്ച് പോണ്ടേ പിറகு 100 സഹീദ് 300 നോക്കുമ്പോ ബദറിന്റെ ഊതിൽ കൂടിയെന്ന് കേട്ട് ഉഷാറായ ഞാൻ ഒരു ടൈമിൽ വെച്ച് അർത്ഥം എന്തർത്ഥം അങ്ങനെ ഇപ്പോഴാണ് അതിന്റെ കറക്റ്റ് അർത്ഥം മനസ്സിലാവിടെ. ഈ സുന്നത്തോടൊക്കെ എന്തു അല്ലായിപ്പോൾ ഇൻഷാല്ലാഹ് ചൊന്നത് നിന്റെ ഉമ്മത്ത് ഫസാദായുണ്ടോ അനൈതികത്തിൽ പോയോണ്ടുണ്ടോ നിന്റെ മൊബൈൽ അത് എടുക്കുമ്പോ ഞാൻ അതിൽ വ്യഭിചാരമേ നോക്കൂടെ അനൈതികത്തമേ നോക്കൂടെ സർവ പരിസരമൊത്തം മലിനാണ് എന്ന് നോക്കിയെങ്കും ഹറാമാണ്. ആ സമയത്ത് ഹറാമെടുത്തൊട്ട് വിട്ടു നിൽക്കുക അവിടെ അത് നിന്റെ ചരിയാണ്. മൊബൈൽ കാണുമ്പോ അതിൽ വേണ്ടവേ അനൈതികത്തെ അന്യപ്പെട്ടൊരു ചിത്രമാണ് അതിനെ നോക്കാൻ നിൽക്കുക നമുക്ക് അവിടെ എങ്കിൽ അവന് 100 ഷഹീദ് കൂലിയുണ്ടോ. അപ്പുറത്ത് എല്ലാ ഹറാമും നടന്നുകൊണ്ടുണ്ടോ ആ സമയത്ത് കണ്ടു ചുമ്മിട്ട് അതൊക്കെ പോവാണ്ട് വളരെ ഭദ്രമായി ഈമാനോടെ നിനക്ക് നിൽക്കുകയില്ല. പല ഷഹീദ് അവന് 100 ഷഹീദ് കൂലിയുണ്ടോണ്ടാണ്. അല്ലാണ്ട് ഇതാറുവാക്കുകയോ പള്ളി പറഞ്ഞു 10 കാലം ആറും വെക്കുകയോ പോകുമ്പോ കുലിക്കിട്ടത് വേറെ വിഷയ പല ഷഹീദ് അത് കിട്ടുക. കാരണം ഈ സമുദായം പ്രസാദാവുമ്പോ നിന്റെ സുന്നത്ത് മുറുകെ പിടിക്കുന്നവർക്ക് 100 ഷഹീദ് കൂലിയുണ്ടോ ചോദിക്കുന്നത് 100 ഷഹീദ് പണിയെടുക്കണവളൂ. 100 ഷഹീദ് പണി ഞാൻ എടുക്കേണ്ടെങ്കിൽ 100 ഷഹീദ് കൂലി കിട്ടും. അല്ലാണ്ട് ഇങ്ങനെ അർത്ഥം വെച്ചിരുന്ന അത്രയും ശക്തമാണ്. കോളേജിൽ പോകുമ്പോ എന്നെ നോക്കി മുമ്പ് വിചാരങ്ങൾ അന്യബന്ധയുടെ പ്രേമങ്ങളാണ്. അവർ കൈ കൊടുക്കുന്ന മാത്രമാണ് ഞാൻ ബമ്പ നിന്റെ ഫ്രണ്ട്സ് ലിസ്റ്റിൽ എത്രമോ ഗേൾസ് ഫ്രണ്ട്മാരുള്ള ആള് അതൊരു അഭിമാനമാവുന്ന കാലത്ത് ഞാൻ അടുക്കില്ല എന്നൊന്നിട്ട് ദൂരെ ഏത് ഭാഗക്കാരെ കൊണ്ടാണ് പലരും അതൊന്നും ശരി അവനും 100 ഷഹീദിനെ കൂലിയുണ്ടോ. എല്ലാവരും നഗ്നന്മാരായിട്ട് നടന്നുകൊണ്ടുള്ള ആള് റോഡിലും മഞ്ഞയും ഇഞ്ഞയും മങ്ങിയത്ത് ഇഖ്തിലാത്തായോണ്ടുണ്ടോ ആണ് പെണ്ണിന്റെ ബോധമേ ഇല്ലേ. ആ സമയത്ത് നിന്റെ ഉത്തരവുള്ള പെണ്ണ് അതൊന്നും നോക്കാണ്ട് ഞാൻ പൂർണ്ണമായ ഹിജാബോടെ മറിഞ്ഞിട്ട് നിന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊണ്ട പോലെ കോട്ടയം തീരുമാനാക്കത്ര സുലഭയില്ലേ അത് നിന്നെ കൊണ്ടാക്കുക അവിടെ എങ്കിൽ ആ പെണ്ണും 100 ഷഹീദിനെ കൂലിയുണ്ട്. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിപാടിയിലെ അത് അത്രയും ശക്തമായ പ്രയാസമാണ്. അത്രയും പണിയുണ്ട്. 100 ഷഹീദിനെ പണിയെടുക്കുക ആര് അവിടെ അവളോ 100 ഷഹീദിനെ കൂലിയുണ്ട് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ ബദലാവണ സുലഭയിലെ അവളോട് മനസ്സിലാക്കണം ആണ് അതുക്ക് വേണ്ടി ആരും മനസ്സിലാക്കിയിട്ട് കാര്യമില്ല. അവനോ മനസ്സിലാക്കുമ്പോ മാത്രമാണ് ബദലാവണ. അപ്പൊ നമ്മൾ ചെന്ന വിഷയം മറക്കണ്ട. ബദലാവണയിൽ 10 കാര്യങ്ങളും അതിൽ ഒന്നാമത് നമ്മൾ ചെന്നത് അത് മുസാറത്ത അവനൊട്ടി അവനോട് മുമ്പി വന്നു. അപ്പോഴാണ് ബദലാവണ അവിടെ ചെന്തവിടെ ചെന്നെങ്കിൽ ഞാൻ ബദലാവണക്ക് തയ്യാറാവണം. ഒരാള് പ്രായത്താൽമാർ ഉറുതികൊണ്ട് പോയിട്ട് പ്രായത്താൽമാരെ മൊത്തം നന്നാക്കണമെന്ന് അയാൾ പോയിട്ട് അങ്ങനെ പ്രായത്തഞ്ച് മൊത്തം വഴക്ക് ചെന്ന് നടക്കുമ്പോ പ്രായത്തങ്ങ് ചെന്നാറ് വസ്തു നിന്റെ ഉത്തരങ്ങളൊന്ന് സമാപിക്കുന്നത് നല്ല അങ്ങനെ ചെന്നാറുക. അങ്ങനെ ഇയാൾ വിചാരിച്ചിട്ട് ശരി പ്രായത്തങ്ങൾക്ക് ഉറുതി കൊള്ളുന്നുള്ളൂ ഔത്തരം കൊണ്ട് വഴക്ക് ചെന്നതാണ്ട് ഔത്തരം പോയിട്ട് വിചാരിച്ച തൊന്നുകൊടുക്കും. അപ്പൊ ഔത്തരം ചെന്നാറ് വസ്തു നീ നിൽക്കും നോക്കി ചെന്നതാണ് ചെന്നാൽ അപ്പ അയാൾ മനസ്സിലാക്കിയിട്ട് ശരി ഞാൻ നക്കൊന്ന് ഉറുതിയുണ്ട് അയാൾ ചൊല്ലു തുടങ്ങിയത്. അതാണ് ഞാൻ ചൊന്നെ എഡിറ്റാക്കുകൊണ്ടു ആടാക്കുകൊണ്ടു എഡിറ്റാക്കുകൊണ്ടു അയാളെ ലിസ്റ്റാക്കിയിട്ട് നിന്റെ സൽക്കർമ്മങ്ങൾ എന്തേ അയാൾക്കേ വന്നു. നിന്റെ ദുർഗുണങ്ങൾ എന്തേ അത് നക്കേ വന്നു. നിന്റെ സദ്ഗുണങ്ങൾ എന്തേ നക്കേ വന്നു. അപ്പൊ അയാൾ ലിസ്റ്റാക്കിയിട്ട് രണ്ടും നോക്കുമ്പോ വിഭാഗം ചൊല്ലുമ്പോൾ നക്കേ നമ്മൾ ഉറുതി ചൊല്ലൽ കട്ടായമാണ്. അങ്ങനെ അയാൾ ഉറുതി ചൊന്നു. അങ്ങനെ അയാൾ നന്നായിട്ട് പിന്നെ നോക്കുമ്പോ അയാൾ ഔത്തരം ഉറുതികളുടെ ആവശ്യം വന്നില്ല. പ്രായത്തിന് ഉറുതികളുടെ ആവശ്യം വന്നില്ല. ഓട്ടോമാറ്റിക് അവൻ നന്നാവും ശുരുവായാൽ അവ എന്താണ് മറന്ന് മുഷാറത്ത ഒന്നിട്ട് അവനേ അവൻ ഉറുതി ചെന്നുണ്ട്. അവന്റെ ഒഴുകിയെ അവനേ തെറ്റിത്ത് മുഷാറത്ത ഷർത്താക്കിയോണ്ട് പ്രതിജ്ഞാക്കിയോണ്ട് നാനേ ഒന്ന് സമാവിടെ നോക്കാം എന്തിനാവുള്ളൂ. ഇന്നത്തെ ലോകത്തെ ഏറ്റവും വലിയ സമസ്യ എന്തിനെന്ന് നിങ്ങൾ കേട്ടുപോയാലെങ്കിൽ ഇത് മാത്രം. നമ്മൾ ബാക്കിയുള്ള ആൾമാരുടെ എല്ലാം അഭിപ്രായങ്ങളുള്ളതും വിഷയങ്ങൾക്കുള്ളത് അടിയുള്ള നിന്റെ അഭിപ്രായ അതെങ്ങും അഭിപ്രായ
കോടിയും അഭിപ്രായ, ചിരിച്ചെങ്ങും അഭിപ്രായ, മുൻപത്തെങ്ങും അഭിപ്രായ, എന്താണ് അഭിപ്രായങ്ങളില്ലാതെ ഷാഫി ഇമാമിന്റെ 10 വിജയം ഇപ്പൊ നെറ്റില്ല ചെല്ലില്ല. ഞങ്ങളുടെ വിജയം അതല്ല. ഷാഫി ഇമാമിന്റെ 10 നോക്കിയ 10 അഭിപ്രായ ആൾമാരെല്ലാത്തും അഭിപ്രായത്തിലുള്ള ഈസിയാണ്. നാളെ ചുഴകൊണ്ടുള്ള ഇന്നത്തെ അവിടെ വരാണ്. അപ്പൊ ദൂരത്ത് അഭിപ്രായത്തിലുള്ള ലാഭാണ് എങ്കിൽ അവിടെ ഞാൻ കേൾക്കേ നിന്നെ കൊണ്ട് ഊടെ വന്നത് ചിട്ടിലാക്കുക ഒരു പക്ക വാദങ്ങൾ പോകുമ്പോൾ ഒരാൾ നല്ല വാദങ്ങളുണ്ടു ഒത്ത കീഴ്തെറ്റിക്കുന്ന അഭിപ്രായങ്ങളുണ്ടുള്ള ഞാൻ തന്നെ ഒരു 2 മിനിറ്റ് അയാളാക്കിയ നീക്കാക്കുക ഇതിന്നക്ക കഴിഞ്ഞ വർഷ ഒരു വർഷ ഒരു മഹാസഭയ്ക്ക് ഞാൻ പോയി എന്തായാലും വളർത്താം. അപ്പോൾ ഞാൻ ഇന്ന് സ്റ്റേജ് വെക്കുമ്പോൾ ഒരാൾ അഭിപ്രായം കൊണ്ടു നിങ്ങളെല്ലാം സ്റ്റേജ് വെക്കുമ്പോൾ എന്നൊരു വേറെ വിഷയത്തിൽ എന്തൊരു നിൽക്കല്ലേ. അപ്പൊ ഞാൻ അവിടെ നിന്ന് ഓക്കെ ഓരോരുത്തരും ഓരോ പണിയാണ് അവിടെ. ഞാനിപ്പോൾ ഇവിടെ വെച്ചിട്ടാക്കടെ നീണ്ടിട്ടാക്കടെ 1.5 ഗಂಟೆ പണി അയാളെ കൊണ്ടാക്കുക 1.5 മിനിറ്റ് ആക്കുക കൊണ്ട് അയാളെ കണ്ട് സാധ്യയില്ല. അഭിപ്രായങ്ങൾ ആകുന്നില്ല. ഞാൻ ഫ്ലൈറ്റിൽ അഭിപ്രായം ചൊല്ലത് കേട്ടേ ഫ്ലൈറ്റ് എനിക്കുമ്പ ಎಲ್ಲ ಅಭಿಪ್ರಾಯಗಳು ಹೆಚ್ಚವನ ಅಭಿಪ್ರಾಯಗಳೇ ಪೈಲಟ್ ಸಮಯ ಪುದಿಯವನ ಓಡಿಂದ ತೆರೆದೇ ಅವನು ಇനി ಆ ಪೈಲಟ್ ಒಮ್ಮന്നിട്ട് ഈ വിമാനത്തെ ലാൻഡ് ആക്കുമ്പോ കടന്ന് ചിലപ്പോൾ അങ്ങനെ അവിടെ അപ്പൊ അപ്പോഴും തെച്ചിട്ട് അഭിപ്രായത്തോടെ എതിരെ ഓടിത്ര ഭാവങ്ങളോ തെരുന്നേൻ അപ്പോ നിക്ക് തരുന്നത് എന്നോട് അത് പൈലറ്റും അഭിപ്രായത്തോടെ പൈലറ്റ് തിരിയാത്തവന്റെ പൈലറ്റ് ആക്കിയിട്ട് മേലെ കൊടുവാറ പൈലറ്റും അഭിപ്രായ മറിച്ചും അഭിപ്രായ ഇന്ന് മനുഷ്യന്റെ ഒഴിക്ക് പറ്റി കൊടുക്കുന്നത് നാളെ മണിക്കൊണ്ട് എല്ലാത്തും അഭിപ്രായങ്ങളില്ലാത്തൊരു വിഷയമില്ലേ. അതുകൊണ്ട് ഇതെല്ലാം ഓർമ്മ ഇതെല്ലാം പഠിക്കുമ്പോ ഞങ്ങൾ ഒരു തീരുമാനം പറഞ്ഞു നിന്റെ പണി ഇല്ല അള്ളാഹുവിനായിട്ട് മാത്രമാക്കണം. എല്ലാത്തിനും അഭിപ്രായമുണ്ട്. ഏറ്റവും നല്ല അഭിപ്രായമുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു നിങ്ങൾ ഒരു വിഷയത്തെ പറ്റി ഞാൻ പ്രസംഗിച്ചിരുന്നേ. അപ്പോൾ ഒരാളുടെ അഭിപ്രായം ഇതാ തൊള്ളണേ വേറെ വിഷയത്തെ തൊള്ളണേ എങ്കിൽ ഞാൻ ചൊന്നേ സുബൈക്ക് ഞാൻ ചൊല്ലേ മോദി അയാൾക്ക് ഞാൻ ചാൻസ് കൊടുക്കേ അയാൾ ചൊല്ലത്തെ രീതിയിലേക്ക് സാധ്യമേ അല്ല. അങ്ങനെ അഭിപ്രായത്തിലുള്ള മാത്രമാണ് സാധ്യ. അപ്പൊ ഞാൻ നിലപാടിക്കൊണ്ടുള്ള എല്ലാത്തിനും എല്ലാവർക്കും എല്ലാ വിഷയത്തിലും അഭിപ്രായം ചൊല്ലുന്നത് നാം റെഡി. 5 പൈസത്തെ ഉപകാരവും പ്രയോജനവും ഇല്ലെങ്കിൽ അങ്ങടിയിൽ വെച്ചിട്ട് കിച്ചന്റെ വിളിച്ചിട്ട് ഇന്റർനാഷണൽ വിഷയം വരെ അമേരിക്കത്തെ പ്രസിഡന്റിന്റെ വൈറ്റ് ഹൗസിലുള്ള വിഷയം വരെ അഭിപ്രായം ചൊല്ലുന്നത് നാം റെഡിയാണ്. CM പ്രസംഗിക്കുമ്പോ അഭിപ്രായം ഞാൻ ചൊല്ലേ, PM പ്രസംഗിക്കുമ്പോ അഭിപ്രായം ഞാൻ ചൊല്ലേ. അതിങ്ങനെ ആവണെന്ത് അതങ്ങനെ ആവണെന്ത് ഇങ്ങനെ ലോകത്തുള്ള അഭിപ്രായം ചൊന്നതല്ലാണ്ട് നന്റെ വയ്ക്ക് ഇന്ന് വരെ ഞാൻ അഭിപ്രായം ചൊന്നല്ലേ നന്റെ തലയിലുള്ള ഞാൻ ബമ്പ നാണ് മറ്റെന്ത് സ്വർഗത്തിൽ കൊണ്ടേ ഈ ഒരു ചിന്താഗതി മാറ്റാത്ത കാലത്തോളം പടത്തോണം ആർക്കും സ്വർഗം തണ്ടില്ലേ നക്കും തണ്ടില്ലേ നക്ക് ആർക്കും തണ്ടില്ലേ നന്റെ ಬಗ್ಗೆ നാണേ അഭിപ്രായം ചൊന്നോളൂ നന്റെ നാണേ എണിക്കാക്കിയുള്ളൂ നന്റെ നാണേ പിറ്റുള്ളൂ. ഇത് ചൊല്ലവും മാറിയില്ല ഇത് ആക്കവും മാറിയില്ല. ഞാൻ ചൊല്ലേ ഞാൻ ആക്കല്ലേ. ഇതാണ് ഏറ്റവും വലിയ ദുരന്ത. അപ്പൊ ನನ್ನ ಕೂಡ തെറ്റെടുത്ത വിഷയം അതാണ് അൽ മുസാറത്ത. നന്നൊട്ടിയ നാനേ മുന്നിയുള്ളൂ നക്കൊരു വാഴവും വേണ്ട. എത്ര 1000 പൈസ കൊടുത്തിട്ടു എവിടെ ആൾമാരെ വാഴകളുടെ നിങ്ങൾ പിടിപാട്ട അങ്ങ് വാഴ്ചെന്ന് കൊണ്ടാണ് എതിർത്ത് വെച്ചവണ് അഭിപ്രായം ചൊല്ല നല്ല ഊട്ടി ഇനി ഒരാളെ ഊട്ടി നല്ല ഇല്ലെങ്കിൽ ഫോണില്ല പ്രശ്നമില്ല അഭിപ്രായം ചൊന്നല്ലാണ്ട് ഈ വന്നവും ചിലപ്പോൾ നല്ല നീട്ടിയിട്ട് വാഴന്ന് ചെന്നെങ്കിൽ അതിനെന്താ വിജയിക്കട്ടെ ഇല്ലാണ്ടിക്കട്ടെ കേട്ടവോട് എന്ത് ഉള്ളത് എന്ത് കേൾക്കണ്ട പാരിമല്ല ഒതുക്കിയിട്ടല്ലാണ്ട് വേറെ ഒന്നും ചെലവില്ല. വേസ്റ്റല്ലേ പണികൾ വേസ്റ്റല്ലേ ആക്കടെ പണിയെല്ലാം വേസ്റ്റ് ആയതുകൊണ്ട് ഇത് ഞാൻ അച്ഛനാക്കടെ ഇത് ഞാൻ അച്ഛനാക്കല്ലേ. ഒരു പ്രോഗ്രാമാക്ക ഒരു 10 ലക്ഷം ഞാൻ ചെലവാക്കിയ റിസൾട്ട് എന്താ എനിക്ക് കേൾക്കുമ്പോ വാട്ട് ഈസ് ദ റിസൾട്ട് അത് വന്നവനും വന്നില്ല അച്ഛനൊന്നും വന്നില്ല തെച്ചവനും വന്നില്ല. ഈ ഒരു അവസ്ഥയിൽ നമ്മൾ പോയിട്ടുള്ള ഇത് ചെന്നെങ്കിൽ പലപ്പോഴും ധരിക്കാതെ അസവുണ്ട് നക്കസവുണ്ട് ഞാൻ പറയുവേ നെല്ലൊട്ടി ചെന്നെങ്കിൽ ഞാൻ പറയുവേ. അതേസമയത്ത് ആൾമാർ ബസ്സി അവിടെ ചെന്നെങ്കിൽ അവന്റെ ചെറുപ്പാട്ടിക്ക് നല്ല ഫൈൻ കൊടുത്തിട്ട് വാദിച്ചെല്ലാക്കിയിട്ട് നീനെ ആകാശം നീനെ ഭൂമിക്കുന്നെങ്കിൽ ഓ ഇയാളെങ്കിൽ ഉത്താദിക്കാല ഇയാളെങ്കിൽ താടിക്കാല ഇയാളാണ് ഏറ്റവും വലിയ നല്ല ആളും പേരെന്നാണ് അഭിപ്രായം ചോട്ടെ. അതുകൊണ്ട് എന്ത് ലാഭയിത്ത് അസിറത്തുന്യാവുന്ന ആക്കറ ആകാശവും പോയിട്ട് ഭൂമിയും പോയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലില്ലേ അഹ്തുറാബ ഫീ അഫ്വാഹിൽ മദ്ദാഹിൻ വെറുതെയും മദഹകളെങ്കിൽ താഴ്മാറുള്ളത് വെറുതെയും വെറുതെ പാടി സ്റ്റേജിൽ ബറവൊന്നില്ല അവന്റെ എന്ത് മദഹ് അവനെ ആകാശ അവനെ ഭൂമിയിൽ വിചാരിച്ചു അവന്റെ ആകാശ അവന്റെ ആഹ്റം പോയിട്ട് ചൊന്നവന്റെ ആഹ്റം പോയിട്ട് അതുകൊണ്ട് പോകണമെങ്കിൽ താഴ്മാരെ ബായിക മണ്ണ് ബായികളുണ്ട് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വേണമെങ്കിൽ നക്കല്ല
അയാളെ ಬಗ್ಗೆ നാനിങ്ങനെ വിചാരിക്കലേ അയാൾ അങ്ങനെയെന്ന് ചൊല്ലെങ്കിന്റെ അഭിപ്രായം എനിക്കില്ല എന്ത് എനിക്കത് കൊണ്ടില്ല. അപ്പൊ നമ്മളോട് ചെന്നുകൊണ്ട് ആരെ ബഗ്ഗയും അഭിപ്രായം ചൊല്ലുമ്പോണ്ട ഒരു പെണ്ണും ചൊല്ലണ്ട ഒരാണും ചൊല്ലണ്ട എന്റെ ബഗ്ഗമേ ഞാൻ അഭിപ്രായം ചൊല്ലേ. ഇന്ന് നമുക്കുള്ള അസേന്ദ്രെ വസാദിമാം എന്ന പോലെ 1000 വർഷത്തിൽ കൊണ്ട് വസാദിമാം കൊണ്ട് വഖദ് ആലൽ അംറു ഫീ അംസാലിന ഇദാ അന്ന അബ്ററൽ ഖൽഖി ഇലൈന മൻ യൻസഹുന വയുഅരിഫുന ഉയൂബന. നമുക്ക് ഏറ്റവും മനസ്സാരോഗ്യം എന്തെങ്കിൽ ഒരാൾ നസീഹത്താക്കി തിരുവേരിക്കാം. അപ്പൊ മോള് നസീഹത്താക്കുമ്പോ മോള് അവരുടെ അവസാനം അപ്പോ ഇയാൾ നക്ക് നസീഹത്താക്കളെന്റെ ആരാണോ നക്ക് ഉപദേശം ചൊല്ലന്റെ ഉമ്മ ചൊന്ന് ഇങ്ങനെ ആക്കേണ്ട ഭാവം ഇങ്ങനെ ആക്കേണ്ടെന്ന് ഏറ്റവും മനസ്സ ഉമ്മടൊട്ടിയാണ് ഒന്റെ വീസാറ് ഒന്റെ ദുനിയാവും മാത്രവും നഷ്ടപ്പെടുത്ത കുറെ ഫ്രണ്ട് സർക്കിൾ ഉണ്ടോ അങ്ങനെ ആ ഒരു ടൈമും ഒത്തുകൊണ്ടുണ്ട് 3 സൈഡിൽ വെച്ചിട്ട് ഭയങ്കര ആഡംബരവും പൊസിയാണ്. അങ്ങാണ് എന്റെ ഏറ്റവും വലിയ ചങ്ങായിമാർ നക്ക് ഉപദേശാക്കി അപ്പടൊട്ടി അർസ ഉമ്മടൊട്ടി അർസ ഉസ്താദൊട്ടി അർസ വേണമെങ്കിൽ അയാളിന്റെ കുറത്തെ ഉണ്ടോ നാം കേടിയ പോണ്ടേ ഒരു ആരെങ്കിലും നിങ്ങൾ ലോകത്തിൽ നിങ്ങൾ എത്തിച്ചെങ്കിലത്തെ ഏറ്റവും വലിയ പ്രയാസങ്ങൾ കേൾക്കുമ്പോ അയാൾ തന്നെ നാളൊരു നസീഹത്താക്കിയത് അത് ഉൾക്കൊള്ളുന്ന ആൾമാരിക്കല്ല നസീഹത്താക്കിയ നല്ല കുറച്ചെന്തുണ്ടാട്ട് തേടിക്ക് ഇങ്ങനെ ആക്കില്ലേ ചൊന്നിട്ട് നല്ലൊട്ടി വെക്കലാ ഇതല്ലാത്തൊരു മുസീബത്തില്ലാണ്ട് അയാൾ ചൊന്നുകൊണ്ടുള്ള ഇത് 1000 വർഷത്തിൽ നിന്നുള്ള റസാദി വന്നു നമുക്ക് ഏറ്റവും മനസ്സ് ആരോഗ്യം എന്തെങ്കിൽ ഞങ്ങളുടെ വക്കിയ ഞങ്ങൾ ആയിക്കോടെ വക്കിയ മെല്ലെ വന്നിട്ട് ആൾമാരൊന്നും ചൊല്ലുകൊണ്ടില്ല മെല്ലെ ഒരാൾ ചെന്നെങ്കിൽ ഭയങ്കര നോട്ടാക്കി തയ്യാറ അയാൾ എന്റെ അർത്ഥത്തെ ശത്രുക്കളെ ലിസ്റ്റിൽ പെട്ടിട്ടേക്ക് അങ്ങനെ ഓണായ നിങ്ങളുടെ ശത്രുള്ള കമീസറുള്ള തേളുണ്ടു പാമ്പുണ്ടു ഒരാൾ നിങ്ങളൊട്ടിയെ ചൊന്നെങ്കിൽ അയാളൊട്ടി നിങ്ങൾക്ക് അസമണ്ട എത്ര പിസ്സാവോട്ടിക്ക് അയാളുടെ ജോലിക്കാൻ പോവാ ഞാനും കമീസ് ഓടിയിട്ട് അതിനെങ്ങനെ എടുത്തിട്ട് സീല ഇട്ട് വന്നവൻ നോക്കുമ്പോൾ വലിയ തേളിണ്ട് അത് പറയുമ്പോൾ കണ്ട് അയാൾ ചൊന്നിട്ട് നിങ്ങൾ കമീസ് മാത്രം അത് തേളുണ്ടു ചൊന്നെങ്കിൽ അയാളൊട്ടി എത്ര പിസ്സാവും എന്നെ കുത്തിക്ക് അത് കൊല്ലല്ലേ ആ വസാദി വന്നു അതെ നിന്റെ കമീസിലുള്ള തേളും പാമ്പും കൂട്ടും ചൊല്ലുമ്പോ അയാളൊട്ടിക്ക് എനിക്ക് എത്ര പിസ്സാവുക ദ്രാട്ടിയാറ പിസ്സ ഈ ചൊന്നെനിക്കെത്ത ദുസ്വഭാവങ്ങൾ വെടക്ക് സ്വഭാവങ്ങൾ അത് ഹയ്യാത്തുള്ള അകാരി നിന്റെ കൽബിലുള്ള തേളാണ് നിന്റെ കൽബിലുള്ള പാമ്പാണ് കമീസിലുള്ള തേളി കൊണ്ടു ചൊന്നാളൊട്ടിക്ക് പിസ്സാവുക കൽബിലുള്ള തേളുണ്ടോ പാമ്പുണ്ടോ ചൊല്ലുമ്പോൾ അയാളൊട്ടിക്ക് കഷ്ടമുണ്ട് എന്റെ ദുരന്താണ് കൊണ്ടുള്ളത് ഈ കൽബ് ഇത് സല്ലല്ലാഹു അലൈഹി വസല്ലം തന്ന ചൊന്ന ഹദീസുണ്ട് ലാ തദ്ഖുലുൽ മലായികതു ബൈതൻ ഫീഹി കൽബുൻ വലാ സൂറ നായി ഫോട്ടോ ഉള്ളെങ്കിൽ ഔട്ടുറു മലായികത്ത് ഉണ്ടല്ലാണ്ട് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫോട്ടോ വെക്കൽ അത് വെച്ച വിഷയത്തോടെ ചില ആൾമാർ ഓഫീസിലുള്ള പോയിട്ട് അവിടെ ഫോട്ടോ ഇങ്ങനെ തൂക്കിയിരിക്കുന്നത് ആരെങ്കിലും എൻ്റെ അപ്പടെ പറഞ്ഞു ഫോട്ടോ വെക്കുന്നില്ല ഫോട്ടോ ഉള്ളോട് മലായികത്ത് ഉണ്ടല്ലേ പേപ്പർ ആൾമാരിക്കുക പേപ്പറിൽ എത്ര ഫോട്ടോ ആണുള്ളത് ಆದರೆ ಎಂಗಿನೂ ಕೊಂಬ ಇದು ತಳ್ಳಿಟ್ಟು ವೆಕ್ಕணும் ಅದು വാഹിറുള്ള ഫോട്ടോ കാണൂല എന്റെ ನನ್ನ ഔട്ടു അതുപോലെ ನನ್ನ ഓഫീസിൽ ನನ್ನ ബാക്കി ജാഗയിൽ മലായിക്കത്ത് വന്നു റഹ്മത്തുൽ മലായിക്കത്ത് വന്നു ഫോട്ടോ ഉള്ളവർക്ക് റഹ്മത്തുൽ മലായിക്കത്ത് ഉണ്ടല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലുന്നു നായ ഉള്ളവർക്ക് ഉണ്ടല്ലേ ഇത് വാഹിറായ വാർത്താണ് എങ്കിൽ മഹാന്മാർ നിന്നാണ് ബൈക്കിന്റെ കൽബുണ്ടാക്കുന്നോ ഈ കൽബിടെ ഉൾക എന്തിനുണ്ട് കൽബുണ്ട് സൂറത്തുണ്ട് ഇതിലൊക്കെ ഫോട്ടോ ഉണ്ട് ഇതിലൊക്കെ നായുണ്ട് ഏതാണത് അത് ഈ ദുസ്വഭാവങ്ങളാണ് മോശമായ ഗുണങ്ങളാണ് ദുർഗുണങ്ങളാണ് അത് നല്ല കൽബിടെ ഉൾക വെച്ചിട്ട് എത്ര കാലം ഇബാദത്താക്കിയും റഹ്മത്തുൽ മലായികത്ത് നല്ല മുട്ടവരല്ലേ മരിക്കുമ്പോഴും വരല്ലേ നൗദുബില്ലാ ഇതെത്ര വലിയ പ്രയാസമാണ് നാളെത്ര വലിയ ഉദ്ദേശിച്ചിട്ടും കാര്യമില്ല നാളെ ഇത്ര വലിയ മണക്കാരനായിട്ടും നാളെത്ര വലിയ അയിമുള്ള ആളായിട്ടും എങ്ങനത്തെ പമ്പായിട്ടും കാര്യമില്ല കൽബ് നാരിയിട്ട് എന്റെ മുട്ട മലായിക്കത്തെ കണ്ടില്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് ചെന്ന് അപ്പൊ ഇവിടെ ഞങ്ങൾ നന്നാക്കുന്ന ഏറ്റവും വലിയ മാർഗം ആരെ ഊട്ടിയും പോകണ്ട ആരെ ഭാഗം കേൾക്കൊണ്ടില്ല നക്കേനാണ് ഭാഗത്തുള്ളത് വജ്ര നിസ്കാരം കഴിഞ്ഞത് പിന്നെ നണ്ടൊട്ടിയുമേ നാണ് മുങ്കിയുള്ളത് അതാണ് ഇന്നലെ നണ്ടൊന്ന് നക്ക് വരെ ആടാക്കുകൊണ്ട് കുറെ ഡിലീറ്റ് ആക്കുകൊണ്ടു അതൊരു പ്രതിജ്ഞയാണ് നന്റെ ഡിലീറ്റ് ആക്കുമ്പോൾ സുമാറുണ്ട് ദൈവത്തിൽ നമുക്കത് ചെല്ല ദൈവത്ത് നവീമത്ത് കളവ് അതുപോലെ കിബർ അസൂയ ഇങ്ങനെ തുടങ്ങി എത്രമോ ഡിലീറ്റ് ആക്കുള്ളതാണ് അത് ഡിലീറ്റ് ആക്കലേണ്ടുള്ള പ്രതിജ്ഞ ഉണ്ടാവുന്നു അതേ സമയത്ത് ആടാക്കുള്ളത് സുമാറുണ്ട് സൽഗുണങ്ങൾ അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നാളെ മീസാന്റെ തട്ട് വളരെ ഭാരമുള്ള സൽക്കർമ്മം ഏതും കേട്ടപ്പോ തങ്ങൾ മറുപടി സൽ സ്വഭാവങ്ങളാണ് നല്ല സ്വഭാവങ്ങളാണ് എന്ന് ചൊന്നു ഇന്നലെ അസറിന് ഒരു ഉസ്താദ് പ്രസംഗിച്ചിട്ടല്ല ഒരു ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊന്നത് മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു തൊട്ടാണ് ഇപ്പോൾ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെറിയ ഹദീസ്, ആ ഹദീസിൽ ചൊല്ലു ഇത്തഖില്ലാഹ ഹൈതുമാ കുന്ത, നീ എവിടെയാണെങ്കിലും നീ അല്ലാഹുവിനെ പേടിക്കണം, പഠിച്ചുകൊണ്ടൊന്ന് പേടിക്കണം. പഠിച്ചുകൊണ്ട് നീ പേടിക്കേണ്ട എങ്കിൽ നീക്ക് എന്തോ ആവാം, എവിടേക്കും പോവാം, എഞ്ചിനീയർ ആവാം, ഡോക്ടർ ആവാം, ഗോവർക്കും പോവാം, എവിടേക്കും പോവാം, തായ്ലൻഡിലും പോവാം, എവിടെ വേണേലും പോകാം. എന്തിനു വേണം? തഖ്വ. അതുകൊണ്ട് വേണം. അതില്ലാണ്ട് ആചാര്യന് പോയല്ല തഖ്വ കൊണ്ടുണ്ട്. അതിന് ഒരാൾ തായ്ലൻഡ് കൊണ്ടുള്ള നടുള്ളൂ. നിങ്ങൾ ഫോട്ടോ എടുത്തിട്ട് ഇന്നോണ്ടില്ല, ഇത് അയാൾ പോയിട്ട് ഒരാൾ ഗോവത്തെ ബീച്ചിലുണ്ടുള്ള ഫോട്ടോ എടുത്തിട്ട് ഇട്ടിട്ട് ഓ നിത്യവാനും വേണമെങ്കിൽ പോവാ. കണ്ടീഷൻ ഒന്ന് മാത്രം, ഇത്തത്തില്ല നീ അല്ലാഹുവിനെ പേടിക്കുന്ന ആളുണ്ടായെങ്കിൽ അയാൾ ഒരു CC ക്യാമറ അകത്തിയില്ല, ഒന്നിനെയും അകത്തിയില്ല. അയാൾ ഒന്നുണ്ടോ ഇല്ലാതെ ഞാൻ എന്റെ പലക്ക ജന്മങ്ങും ചിന്തിച്ചെങ്കും ഖുർആനുണ്ടല്ലേ, നിങ്ങളെ ഉള്ളുള്ളതും പുറത്തുള്ളതും അപ്പോൾ ഉണ്ടാവുള്ളൂ. സൂറത്തുൽ മുൽക്കിൽ അല്ലാഹു തന്ന അതാ വഅസിറു ഖൗലക്കും അവ ജഹറു ബിഹി ഇന്നഹു അലീമുൻ ബിദാത്തി സുദൂർ. നിങ്ങൾ എല്ലാ മുന്നിലും ജോലികളും റബ്ബുകളും ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാവും ഞാൻ ചൊല്ല വിഷയം വേണ്ട. അതുകൊണ്ട് തഖ്വാന്റെ മറന്നു കണ്ടെത്തിയുണ്ട്. നക്ക് എവിടെയും പോകാം, നക്ക് എന്തുമാകാം, നക്ക് മൈതാറാവാം, ടൈലറാവാം, ഡോക്ടറാവാം, എഞ്ചിനീയറാവാം, പോലീസാവാം, വക്കീലാവാം, എന്തും ആവാം. അതേ സമയത്ത് നീ വഞ്ചനാക്കണമെങ്കിൽ പോലീസാവുക, ವಂಚನಾಕಣೆಂಗೆತ್ತ ಕಳವುದೊಳಗೆತ್ತ ವಕೀಲಾಗುವುದಿಲ್ಲ, ಕಂಬಿയും പൊയ്യും കക്കണെಂಗೆತ್ತ എഞ്ചിനീയർ ആവുകയില്ല, ആൾമാരെ അക്രമ കേസിട്ടിട്ട് ഉൾവേറ്റെಂಗೆತ್ತ പോലീസ് ആവുകയില്ല. അവന്തേക്ക് അവിടെ തക്കുവാണ്ടുള്ളത് ഇല്ലാണ്ടായിട്ട് ഇക്ക രാജകീയത്തെ ആളുമാകാം, പക്ഷേ പൈസ കാണുമ്പോൾ വായി കൊണ്ടെങ്കത്തെ രാജകീയത്തെ നേതാവാവുകയില്ല. പാവപ്പെട്ട ആൾമാരെ അടിച്ചമർത്തണെങ്കത്തെ നേതാവ് നീ ആവുകയില്ല. ഇത്തത്തില്ല അല്ലാഹുവിനെ നീ പേടിക്കുന്നു. ഹൈതുമാക്കുന്ന നീ എവിടെ ഉള്ളേ അവിടെ എല്ലാം പേടി ഒന്ന് മാത്രം. ഈ ഒരു മറന്ന് പലപ്പോഴും നിന്റെ മുട്ടത്തെ ഞങ്ങളുടെ മുട്ടത്തെ നഷ്ടപ്പെടുമ്പോഴാണ് പ്രയാസങ്ങളെല്ലാം ഉണ്ടാവിടെ. നാളെ പണിയാക്കുന്ന CC കൊണ്ടാണ് നോക്കിയുള്ളേ എങ്കിൽ ഞാൻ വലിയ ഗൗരവത്തോടും മതവും പണിയാക്കടെ. അതേ സമയത്ത് ഞാൻ ഒറ്റപ്പെട്ടപ്പ CC ഇല്ലേ, സുബ്ഹാനല്ലാഹ്, നിന്റെ റബ്ബു നിന്റെ മുന്നോൾ അവനൊരു CC-നെത്ര വില പോലും ഇല്ലേ എങ്കിൽ ഞാൻ ഇത്ര ദൗർഭാഗ്യവാനാണ്. CC-നെ കാണുമ്പോൾ പേടിക്കണമെന്ന് നിന്റെ റബ്ബുള്ള ബോധമില്ലേ. നിന്റെ ദൃഷ്ടിയിൽ അപ്പങ്കരയിട്ട് ഈ കാണുന്നത്തെ 1 ലക്ഷത്തെ CC സുബ്ഹാനല്ലാഹ് അത് ജമ്മനാക്കിക്കല അത് അങ്ങ് നഷ്ടപ്പെട്ടുകൊണ്ട് ആ യന്ത്രത്തെ വില പോലും ഈ സെക്കൻഡ് വരെ നക്ക് വായു വന്നെങ്കത്തെ നക്ക് നിയമത്തുകൾ നോക്കി വന്നെങ്കത്തെ റബ്ബ് CC-യുടെ വില പോലും ഞാൻ കൊടുത്തുള്ളേ എങ്കിൽ എന്നിട്ട് ഞാൻ ചൊല്ലേ നക്ക് സ്വർഗ്ഗം വരണോ ഇപ്പോൾ അർഹത്തെ നക്ക് വേണ്ടേ ഞാൻ കേട്ടോണ്ടുള്ള അർഹത വേണ്ടേ. ഞാൻ ചൊല്ല 30 നാൾ തറാവി നിസ്കരിച്ചില്ലേ, ശരിയപ്പ 30 നാൾ തറാവി നിസ്കരിച്ച 30 അതിനോടിയേ. പക്ഷേ പഠിച്ചോണ്ട് ബോധം നോക്കണ്ട, പഠിച്ചോണ്ട് ഉള്ളാണ്ടുള്ള പേടിയുണ്ട, പഠിച്ചോണ്ട് നോക്കുകൊണ്ടുള്ള വിജയനക്കൊണ്ട എല്ലാ തമ്മാണിത്തരവും കാണാക്കില്ലേ, എല്ലാ തപ്പും കാണാക്കില്ലേ, വഞ്ചനാക്കല്ലേ, വട്ടിവെറുപ്പില്ലേ, അളവുതല്ലേ, നമീമത്തിനായില്ലേ, ദൈവത്തിൽ ഞാൻ 1-ാം നമ്പറല്ലേ. എന്നിട്ടോ ഞാൻ ചൊല്ലേ 30 നാൾ നിസ്കരിച്ചില്ലേ, എന്ത് അർത്ഥാനുള്ള നിന്റെ മനസ്സിൽ നിന്റെ റബ്ബ് CC-യുടെ വില പോലുമില്ലേ. അവൻ എത്രയാണ് നേടത്ത് നിന്ന് ഈ സെക്കൻഡ് വരെ വായു ഒരാളുടെ കേൾക്കണമെങ്കിൽ തരത്യം വന്നില്ലേ. അത് നിന്റെ റബ്ബിയും നിങ്ങളെ തന്നുകൊണ്ടുള്ള നക്കെത്ര നേടത്തുകൾ തന്ന നടക്കവും വെടിക്കവും രംഗവും കിടക്കവും നല്ല ഉറക്കങ്ങളുള്ള നേടത്ത് തന്ന ഇന്നലെ ജാവു ഇറങ്ങാത്ത എത്ര ആൾമാരുള്ള, ബസ് സ്റ്റാൻഡിൽ കിടന്ന ആൾമാരുള്ള, വർക്ക് ചെയ്യാൻ കണ്ടില്ലേ, ദിവസങ്ങളായി വർക്ക് കണ്ടില്ലേ, വർഗവും ആശ്രയിക്കണമെങ്കിൽ ആൾമാരുള്ള. പക്ഷേ നാണങ്ങൾ ഇറങ്ങിയിട്ട് സുബൈക്ക് ഇറങ്ങിയില്ലേ വിദ്യാൻ സുബൈകൾ വേണമെന്നാണ് ഉറങ്ങടെ. എന്തൊരു നേടത്താണ് വർക്ക് നേടത്ത് എന്റെ റബ്ബ് തന്നില്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം, നാളെ നേടത്തവരുടെ ചോദ്യം ഉണ്ടോ ചെന്നപ്പ അപ്പോൾ ഒരാൾ കേട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിയമത്തിൽ നിന്ന് വിചാരിച്ചതെന്ന് ലോകത്തിന്റെ കോടീശ്വരന് മാത്രമാ നിയമത്ത് അല്ലല്ലേ, നമുക്ക് എത്ര നിയമത്ത് ഞങ്ങളുടെ റബ്ബ് തന്ന നാണിന്റെ വലിയ കോടീശ്വരനാണ്. ഞാൻ കോടീശ്വരൻ എന്ന് ഉയർന്നാൻ ചെന്ന പോലെ ലോകത്ത് 1-ാം നമ്പർ കോടീശ്വരൻ ആരെന്ന് കേട്ടെങ്കിൽ ക്വിസ് കേട്ടെ ആൻസറിനാണ് അക്കടെ അവനൊന്നുണ്ട് ഓണുണ്ട്. ആറുമല്ല കോടീശ്വരൻ ഞാനാണ്. ആരുടെ ഭാഷയിൽ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാഷയിൽ ലോകത്തെ ഏറ്റവും വലിയ കോടീശ്വരൻ ഞാനാണ്. ഫലസ്തീനിലുള്ള പാവങ്ങളായ ആൾമാർ നിരന്തരമായി കഷ്ടം, പവിത്ര റമദാനിന് വരെ പ്രയാസമാണ്. അതേ സമയത്ത് നോമ്പറക്കോത്തിൽ കുറടി എത്തിയിട്ടുണ്ടെങ്കിൽ ഔത്തു കലാട്ടാരുടെ മക്കളുള്ളാറ് വെഞ്ഞായിക്കുവാറ് മാപ്പിളയ്ക്കുവാറ് നോമ്പറക്ക് പോയവിടെ കുറച്ച് കുറടി എത്തിയിട്ടുണ്ടെങ്കിൽ ഇതുക്കാണ് ഞങ്ങളെ വിളിച്ചിരുന്നത് കലാട്ടാരുടെ ആൾമാരുള്ളാറ്. അന്താ ബോധങ്ങളൊന്നുമില്ല. എന്റെ കാലടിക്ക് വരുമ്പോൾ മാത്രമാണ് കൊണ്ടവിടെ ഫലസ്തീനിലുള്ള പാവപ്പെട്ട കുഞ്ഞുമക്കൾ അങ്കറുബെ
സഹോദരെ അങ്ങ് ലോകബോധവും നോക്കവും അവസരവും കൊടുത്തുകൊണ്ടില്ല നശിപ്പിച്ചുകൊണ്ടുള്ള വാമ്പന്ന് കൂടുമ്പോ സുബ്ഹാനല്ലാഹ് മക്കളുടെ ശരീരം അങ്ങ് ധരിച്ചുകൊണ്ടുണ്ടോ ലോകം അത് മറന്നുവയ്ത്ത് മീഡിയ മറന്നുവയ്ത്ത് പത്രങ്ങൾ മറന്നുവയ്ത്ത് ഒക്ടോബർ 7 തുടങ്ങിയൊക്കെ ആ ഒരു അവസ്ഥ ഇന്നും കൊണ്ടുവരുന്നുകൊണ്ടുണ്ടോ എത്ര പ്രയാസങ്ങളാണ് അങ്ങനെ ഒന്ന് നോക്കണോ അല്ലാഹു എന്തൊക്കെ നിയമത്തിൽ ശുക്രാക്കോ ലോകത്ത് തന്നെ കൊണ്ട് സത്യം അത്രയും വലിയ നിയമത്ത് നല്ല റബ്ബാക്കിയ മൻ അസ്ബഹ മിൻകും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആമിനൻ ബി സറബി സുബൈകരിക്കും നല്ല ആഫിയ നല്ല സന്തോഷം ആരും നല്ല വേണ്ടി മാമ്പിടാൻ ചൊല്ല പേടിയില്ല ആരും നല്ല ആക്രമിക്കാൻ ചൊല്ല പേടിയില്ല ആരും നല്ല കൊണ്ടുകൊണ്ടാറും ചൊല്ല പേടിയില്ല അങ്ങനെ നിർഭയത്തിൽ സുബൈക്ക് ഞാൻ ചൊല്ലുള്ള ഒന്നു ബദനി നല്ല തടിക്ക് നല്ല ആഫിയത്താണ് ഒരു പ്രയാസവുമില്ല ഇന്നലെ ജാവ് പറഞ്ഞ ആൾമാർ സുബൈക്ക് മരിച്ചു പോയെങ്കിൽ ആൾമാറുള്ള എനിക്ക് ഊർജിറാത്ത ആൾമാറുള്ള ഇന്ന് ഡയാലിസിസ് രോഗി ഒരാൾ മെസ്സേജ് ആക്കിയിട്ടുണ്ട് നിരന്തരമായി അയാളുടെ ഡയാലിസിസ് ആക്കിക്കൊണ്ട് വേണ്ട ഒരു ഉസ്താദ് അങ്ങനെ തുടങ്ങിയ എത്ര ആൾമാർ ആട്ടുപേരായന്റെ ആൾമാർ ബ്ലോക്ക് വന്നെങ്കിൽ ആൾമാർ അങ്ങനെ തുടങ്ങി കയ്യും കണക്കുമില്ല ഹോസ്പിറ്റലിൽ കിടക്കുന്ന ആൾമാറുള്ള ആ സമയത്തോ നല്ല റബ്ബിന്റെ കാഫിയത്ത് എത്രയാണ് സുബൈക്ക് നല്ല റാഹത്തിൽ കിരിക്കോയിത്ത് ജണ്ട് അങ്ങനെ സുബൈക്ക് നോക്കുമ്പോ അണ്ട് മയ്യാവുടെക്കത്തെ ചോറുണ്ട് കൊണ്ടു അണ്ട് മയ്യാവുടെക്കത്തെ ഭക്ഷണമുണ്ടു ഞങ്ങളോട്ടു ഒരു തിങ്കൾ മയ്യാവുന്നുണ്ടു എത്രയാണ് കിട്ടുവന്ന് അഞ്ഞത്തെ കിട്ടുവന്ന് ഇഞ്ഞത്തെ കിട്ടുവന്ന് കിട്ടുക ബദലി നാനും കൊണ്ടുവന്ന് വെച്ചത് ധാരാളമുണ്ടു ഒരു വാർത്ത മയ്യാവുടെക്കത്തെ മീനുണ്ടു ഒരു വാർത്ത മയ്യാവുടെക്കത്തെ ഇറച്ചിയുണ്ടു അങ്ങനെ തുടങ്ങി അവിടുത്തെ സ്റ്റോക്ക് റൂമിൽ സമൃദ്ധമായ ഭക്ഷണങ്ങളുണ്ടു അന്നണ്ട് മയ്യാവുന്നുണ്ടു എന്നിട്ടും വയ്യായോട്ടില്ല ആയിഷ റളിയല്ലാഹു അൻഹാ ഞങ്ങൾ ഔട്ടൂർ രണ്ട് നിങ്ങൾ ഔട്ടൂർ തീവ്രവാദിയില്ല സയ്യിദത്തുനാ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹാ തന്നത് ഉയർന്ന ആ നിയമത്തെ നോക്കുമ്പോഴാണ് അല്ലാഹു തന്ന നിയമത്തെ ಬಗ್ಗೆ ബന്ധോ നാളെ നോക്കുന്നില്ല ഞാൻ വൈറ്റ് പോകുമ്പോൾ കാരണമുണ്ടാവുന്ന നോക്കട്ടെ യാ റബ്ബി ಇನ್ನೂ ಒಂದಕ್ಕೆ ವೈಟ್ ಮಾತ್ರದಿಂದ ಒಂದು ನೋಡಲ್ಲ ಅಲ್ಲಾಹ್ ಬಲಿಕ ವೈಕಲ್ಲಾಹು ಎತ್ತರ വലിയ നിയമത്താണ് ഈ സൈക്കിളിൽ കൊണ്ടുവന്ന് നോക്കണം സൈക്കിളിൽ കൊണ്ടുവന്ന് നടന്നുകൊണ്ടുവന്ന് നോക്കണം അല്ലാഹു തന്ന നിയമത്താണ് ഇതൊന്നും കൊണ്ടുവരുന്നില്ല ഈ മൂന്ന് നിയമത്തുകൾ ഒരാൾ കൊണ്ടുണ്ടായി ദുനിയാവ് മൊത്തം ഒഴിഞ്ഞുകൊണ്ടപ്പെട്ട പോലെ എങ്കിൽ നോക്കുക ഈ ഉപ്പള്ളി പാവത്തോളം മാറി കൈമൂന്ന് നോക്കി കോടീശ്വരന്മാരാണ് എല്ലാവരും കോടീശ്വരന്മാരാണ് ഇത് சொன்னது മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർ അത്രയും വലിയ നിയമത്തുകളിലേക്ക് റബ്ബ് കൊണ്ടുവന്ന മുന്നിൽ കൊണ്ടുവരികയാണ് കളവുകളൊന്നും 10 കളവുകളിൽ ഞാൻ ചെല്ലേ ബ്രോക്കർ പണിയെടുക്കാൻ കളവ് ഞാൻ ചെല്ലേ എവിടെയും കൊള്ളുന്നില്ല ബ്രോക്കറും കളവുകളുള്ള അനുമതിയില്ല ആർക്കും കളവുകളുള്ള അനുമതിയില്ല ആർക്കും ദൈവത്തിലുള്ള അനുമതിയില്ല ഈ ഇബാദത്തുകൾ ആക്കലെല്ലാം ഞാൻ വർക്ക് പോയിട്ട് എവിടെയാണോ പലത്തും ആക്കണ്ട തോന്നുന്നത് ആക്കിക്കൊണ്ടുണ്ടായി പഠിച്ചോളൂന്നൊക്കെ അർത്ഥമല്ലേ ആക്കണോന്ന് ആക്കിനെ ചിലപ്പോൾ പഠിത്തം മാപ്പാക്കുക ആക്കണ്ടെന്ന് തോന്നുന്നത് ആക്കിന്റെ അർത്ഥമുണ്ട് നിങ്ങൾ മുതലാളിയിൽ ആയിരിക്കാം നിങ്ങളെ കീഴിൽ കുറെ പണിക്കാറുള്ള അങ്ങനൊക്കെ നിങ്ങൾ ചെന്നതാ ഞാൻ വരുമ്പോ അത് ക്ലീനാക്കി വെക്കണം ഇത് ക്ലീനാക്കി വെക്കണം അവിടെ തോന്നണം പണിയെടുക്കണം ചെന്നതാ റൊട്ടി ആക്കണ്ടെന്ന് എന്ന് പറയാൻ വിഷയമുള്ളൂ ഞങ്ങൾ ആഫീസിലെ സ്വന്തം കടക്കാൻ പോകുക കൊടിയാൻ പോകുക ഇതെല്ലാം നിങ്ങൾ ചെന്നതാ ഒന്നാൾ വരുമ്പോ ഉണക്കും പണിയെടുക്കലാണ് ഉണക്കും ക്ലീനാക്കി വെക്കലാണ് പക്ഷെ ഒന്നാൾ നിങ്ങൾ നോക്കുമ്പോ നിങ്ങൾ ആഫീസിലെ സീറ്റെല്ലാം പൊടിയാക്കിയാണ് ക്ലാസ് എല്ലാം പൊടിയാക്കില്ല കറണ്ട് എന്തും ഇല്ല ഒത്ര ചെയ്യുന്നുണ്ടു ആ സെക്കൻഡിൽ നിങ്ങൾ സ്വഭാവം മാറും എന്ത് ആക്കണ്ടാൻ തോന്നുന്നതിനാക്കിയ അതേസമയത്ത് ആക്കും തോന്നുന്നതിന് ആക്കില്ലെങ്കിലും ചിലപ്പോൾ കുറച്ചും മാമ്പാക്കുക ആക്കണ്ടാൻ തോന്നുന്നത് ആക്കുമ്പോഴാണ് അസവന്റെ അതുകൊണ്ടാണ് ഞാൻ തന്നെ ഈസിന്റെ വേടിക്കലേക്ക് നാട്ടും അരവേടിയില്ല നല്ല പഠിച്ചോളൂ നല്ല മുന്നോളൂ വെറും കൊണ്ടു സമാനായ നല്ല അറപ്പ് നല്ല മുന്നോളൂ അവൾ ഈസിന്റെ വില പോയില്ല നാനൊന്ന് നാശായിപ്പോയ സുബ്ഹാനല്ലാഹ് ദുനിയാവിൽ പരിപ്പുനായ പഠിച്ചുകൊണ്ട് മാത്രമാണ് ഒരാളുടെ രസം ഉദാഹരണം ദുബായിൽ നിന്ന് നടക്കുമ്പോ യാറും എന്ത് കുപ്പിയല്ല എന്ത് മെയിനാണ് നമ്മൾ ഉംറ ക്ലാസ് ഉണ്ടാവും ഉംറ ക്ലാസ് എടുക്കുമ്പോ അവൾക്ക് സുബൈക്ക് തണ്ണി കൊണ്ടുവന്ന ഒരാൾ അയാൾ കൊൽപ്പൊട്ടുണ്ടോ എന്തേ അയാള് സഡൻ പാസ്സായിട്ട് പാസ്സാവുന്നതിനകത്ത് ഒരു റെഡ് സിഗ്നൽ ഉണ്ട് അയാൾ പാസ്സായി നോക്കുമ്പോൾ അയാൾ 400 ദിനം കഴിഞ്ഞിട്ടാണ് 400 ദിനം എന്ന് ഇത്ര നാൾ പണിയെടുക്കണേ പാവ ഈ തണ്ണി കൊണ്ടുവരുമ്പോൾ അയാൾ അർജന്റ് സഡൻ പാസ്സായി ഞാൻ അർജന്റ് പാസ്സായതിൻ്റെ ഒന്നും പറയില്ല നിയമമാണ് പക്ഷെ ഈ നിയമം പാലിക്കടവഴിയും ഞാൻ അത് വിശദീകരിക്കലല്ല തുപ്പിന്ന് 5 ദിനം പറയുന്നു ഒരാളുടെ പ്രസന്റ് ഒന്ന് തുപ്പിന്ന് 5 ദിനം പറയുന്നു ഓൺറെഡി 5 ദിനം ചില്ലറയില്ലല്ലോ പോലീസ് 10 ദിനം കൊടുക്കും ദുബൈയിലെ വിഷയം തന്നെ ദുബൈയിലെ വിദ്യാസാക്കുന്നുണ്ട് ഒരു ഉദാഹരണം ദുബൈയിൽ ദിനമും ചെന്നിട്ട് ദുബൈയിൽ ചെന്നിട്ട് അങ്ങനെ 5 ദിനം കൊടുക്കും ഉടനെ പൈസ ഇല്ല ഉടനെ 10 ദിനം കൊടുക്കും 10 ദിനം കൊടുക്കുമ്പോൾ പോലീസ് ഇട്ടോ പൈസ ഇല്ല ചില്ലറ അപ്പൊ എന്താ വേറെ കൊടുക്കൂല
ಏನರ್ಥ ತಪ್ಪು ಅವ ಬರ್ತದೆ ನಾವು ಸಮಾವಡಲ್ಲ ದುನಿಯಾವಿತ್ತರೆ ಪೊಲೀಸು ಎಂದು ഇതിലിಷ್ಟേ വക്കീലും എന്ന് ഇതിലിಷ್ಟേ കുഞ്ഞാണ്ടവരടുത്ത് പൈസ വണ്ടേ ഇല്ല കളിപ്പാട്ടി കൊണ്ടുപോകുക അതെന്തെങ്കിലും ഇത് കൊടുക്കുന്നു പോവാ ഇതിൽ ഭയങ്കര പൈസയാണ് എല്ലാവർക്കും. അപ്പോൾ ദുനിയാവിലെ നിയമങ്ങൾ ഇത്രയുണ്ട്. ആ നിയമത്തെയാണ് ഞാൻ പേടിച്ച് നടന്നുകൊണ്ടത്. അതേ സമയത്ത് അപ്പടെ മുന്നിൽ ഇതെന്തും നടക്കാനുള്ള വിചാരിച്ചിട്ടുണ്ടാവോ നണ്ടോട്ടി 10 കോടി ഉണ്ട്, ഒരു 5 കോടി എടുത്തു വെക്കടെ, നാളെ ഭയങ്കര കൊടുക്കലേ മേറപ്പോ നമുക്ക് ഇങ്ങനത്തെ സ്വാധീനമുണ്ട്. നാളെ റബ്ബടെ മുന്നിൽ പോകുമ്പോ അങ്ങനെ ലഭിച്ച പോണേ മേറക്കമുണ്ട്. എന്തും നടക്കില്ല, എന്തും 5 പൈസത്തെ ഉപകാരം കൊണ്ടല്ല. നാളെ ജിബ്രീൽ അലൈഹിസ്സലാം വരെ റബ്ബുടെ മുന്നിൽ പേടിച്ച് വിറച്ചിരിക്കണമെങ്കിൽ ഒരു നാളുണ്ട്. റബ്ബുൽ ആലമീന്റെ മുന്നിൽ ആൾമാർ ഇങ്ങനെ പേടിച്ചിരിക്കാറ്. അവിടെ എങ്ങനെ ഒരു സിംഹത്തെ മുന്നിൽപ്പെട്ട ആടിനെങ്കത്തെ പേടിക്കാറ്, ചെന്നായിയുടെ മുന്നിൽപ്പെട്ട എങ്കത്തെ ആടുകളോടങ്ങ് പേടിക്കാറ്. ആ സമയത്ത് എന്റെ പൈസ ഉണ്ടു, ನಾನು ಅಧ್ಯಕ್ಷ ಹೋದ್ರೆ ನಾನು ನಂದೆ ಲಿಸ್ಟ್ ಜೊತೆ ಉದ್ದ ಉಂಟು ಒಬ್ಬರು ವೇണമെങ്കിൽ ಇತರ ಬೇಕು ಲಾಂಗ್ ರೂಟ್ ಎತ್ತಿನ್ನು ನಂದೆ ಉದ್ದ ತೀರಾಳೆ ನಾನು ಊಟದ ಕೊಡೋ ಅಧ್ಯಕ್ಷ, ನಾನು ಊಟದ ಕಾವಲಿ, ನಾನು ಊಟದ മുതലി ഇതെല്ലാം ലിസ്റ്റ് പഠിച്ചുകൊണ്ട് വന്നത് കാട്ടി അതൊന്നും പഠിച്ചുകൊണ്ടില്ല. റബ്ബുടെ മുന്നോട്ട് ആരാണോ പഠിച്ചുകൊണ്ട് പഠിച്ചു നടന്നത് അനക്ക് മാത്രമാണ് വില. അതാണ് ഞാൻ തന്നെ ഇതിലെല്ലാം പേടിക്കലെങ്കിൽ നക്ക് ഇത്തപ്പില്ല അയക്കുമാക്കുന്ന അത് കണ്ടേയില്ല. റബ്ബുകൾ നിന്റെ മുന്നുള്ള ഒരു വിലയുമില്ല. അവൻ അത്രയും നിയമത്താക്കി അതാണ് തന്നെ ഇന്ന് വർമ്മവും എല്ലാത്തിനും ദീർഘവും വെളിക്കവും സൗകര്യങ്ങൾ തന്ന നിയമത്തവന്റെ ചോദ്യവും പോകുന്നപ്പ ഒരാളെ ചോദ്യം അയ്യോ നിയമത്തിൽ ഞാൻ നിയമത്താണുള്ളത് എന്തെങ്കിലും നിയമത്തിനൊണ്ട കേൾക്കൂ നൻപറ്റി എന്തൊരു കേൾക്കൂ നല്ല റബ്ബു എന്തൊരു കേൾക്കോ എനിക്ക് നിയമത്തുണ്ട ഞാൻ വിചാരിച്ച നിയമത്തിലാവുന്നു. ഏതോ മെഡിക്കൽ കോളേജ് നടത്തുന്ന ആളുണ്ടല്ലേ ഞാൻ വിചാരിച്ചത്, ഏതോ ഒരു കമ്പനിയുടെ ആളുണ്ടല്ലേ ഞാൻ വിചാരിച്ചത്, ഏതോ ഒരു ഫോറം നടത്തുന്ന ആളുണ്ടല്ലേ ഞാൻ വിചാരിച്ചത്. അല്ല, ഇക്കും നിയമത്തുണ്ടു. തങ്ങൾ അയാൾക്ക് പണിപ്പാട്ടി കൊടുക്കൂ. നിന്റെ കാലിൽ രംഗത്തെ ചെറുപ്പോ നിയമത്താണ്. അതിനെ പറ്റി ചോദിച്ചുകൊണ്ടു. ഈ ചെറുപ്പം വന്നില്ല നിയമത്തല്ലേ, കാലിൽ രംഗത്തെ ചെറുപ്പ് നിയമത്താണ്. എത്ര വലിയ നിയമത്ത് ഒന്നും നാം പലപ്പോഴും വിശദീകരിച്ചില്ല. അള്ളാഹു തന്നിട്ട് നിയമത്ത് ഇതിന്റെ എത്ര ചെറുപ്പ് ഓരോരുത്തരൊട്ടി കൊണ്ടു. അന്നത് ചെറുപ്പിന്റെ ഭാവ ചെറുപ്പിനാണ്ട് യുദ്ധത്ത് പോയ സഹാബത്തുണ്ട്. അങ്ങനൊട്ടിയുടെ കാലിൽ രംഗത്തെ ചെറുപ്പ് നിയമത്താണ്. ഇന്ന് രണ്ടൊട്ടി 10 ചെറുപ്പുണ്ടു. പള്ളിക്ക് പറമ്പോ ചെറുപ്പ്, ഔത്തരോട് ബാത്റൂം പോകണം വേറെ ചെറുപ്പ്, ഔത്തരോട് നടക്കുക ചെറുപ്പ്, പുറത്ത് കമ്പത്ത് പോകണം വേറെ ചെറുപ്പ്. അങ്ങനെ ഓരോ ഔത്ത ചക്കാറ്റിന് ഒരാണും പെണ്ണും 10 ജോഡി ചെറുപ്പിട്ട് സോപ്പ് എത്രയാണ്? പണ്ടത്തെ ആൾമാർക്ക് സോപ്പുണ്ടാവാ, അങ്ങത്തേക്ക് ബ്രഷുണ്ട എന്നില്ല. ഇന്ന് കൊടുത്തകൾക്ക് 10 സോപ്പുണ്ട്. ബാത്റൂമിൽ വേറെ സോപ്പ്, കക്കൂസിൽ വേറെ സോപ്പ്, മുഖകറിൽ വേറെ സോപ്പ്, തലക്ക് വേറെ. ഇന്ന് എന്തൊക്കെ നിയമത്ത ഞങ്ങൾ വിത്ത് അങ്ങനെ അത്ഭുതപ്പെട്ടു പോവാ. നിയമത്തിന് ഇങ്ങനെ കുളിച്ചോണ്ടുള്ള എന്നിട്ടും ചൊല്ല് ഇല്ല. ഈ പാട്ടല്ലാണ്ട് ഒന്നുകൊണ്ടത്തെ പാട്ട് നമുക്ക് വേണ്ടേ ഇല്ല. നിന്റെ കാലിൽ രംഗത്തെ ചെറുപ്പു അത് വലിയ നിയമത്താണ്. ചിലപ്പോൾ പള്ളിയെ ചുറ്റു നോക്കി ആൾമാർ വിട്ടുപോയ ചെറുപ്പത്തിലേക്കും അതിന് സങ്കടമാക്കുകയും കുറെ ആൾമാർ പണിയാണ്. പിന്നെ ചെറുപ്പുകൾ വിലയില്ല. അത് 1000 ചെറുപ്പുകൾ കണ്ടോട്ടിയ ഒന്നത്ര പോയിട്ട് ഒന്ന് ചെറുപ്പം ഒരുപാട് അവൻ ചാവത്തോടെ ചെടികൊണ്ടിരിക്കുവാണ്. സുഖിക്കൊണ്ട് ചെറുപ്പം ഒന്നോടെ ചെടികൊണ്ടിരിക്കുക ഉണ്ടോ ഇത് ഒരു മിനിറ്റ് നന്ദിക്കാം പോയിപ്പോട്ടപ്പോ പുറത്ത് പോട്ടെ 1000 ചെറുപ്പെടുത്ത് സുഖമില്ല. വിദ്യാഭ്യാസ ചെറുപ്പമുണ്ട് ചെറുപ്പെടുക്കുന്നതാണ് ഒരു വിജയമേനക്കാരല്ല. അത്രയും വലിയ ചെറുപ്പിന്ത് സുബ്ഹാനല്ലാഹ്. പള്ളിയുടെ ചുറ്റും ചെറുപ്പമുണ്ടെങ്കിൽ ചിലപ്പോൾ വിചാരിച്ചു പോകാതെ എത്ര നിസ്കരിക്കു പോകും. അതിന് കുട്ടുപോയെങ്കിൽ ചെറുപ്പം നിസ്കരിക്കു പാലിക്കാതെ ചിലപ്പോ മുന്നോ ചെറുപ്പമാക്കി നിസ്കാരത്തിൽ ആളുണ്ടാണ് പാസ്സാക്കണ്ട. അങ്ങ് ചെറുപ്പേ ഇല്ലേ പള്ളിക്കൂടാടിക്കൂ. പുറത്ത് നോക്കുമ്പോൾ ചെറുപ്പം അടയാളം കാണിക്കാൻ. അപ്പൊ ചുന്നെ നീ ധരിക്കലിന്റെ ചെറുപ്പം അടയാളമാണ്. അതേ ഏറ്റവും വലിയ നിയമത്താണ്. ഒന്നോ നീ ഇങ്ങനെ നടന്നു പോകുമ്പോ മരത്തെ തണൽ കിട്ടല്ലേ, അതും വലിയ നിയമത്തല്ലേ. മരത്തിലെ തണൽ എന്തൊരു നിയമത്താണ്, എന്തൊരു ബുദ്ധിയാണ്. ഇങ്ങനെ ചൂട് നടന്നു പോകുമ്പോ എന്തെങ്കിലും ഏറ്റിയ ഓമുണ്ടാന്ന് നോക്കി സഡനായിട്ട് പോയിരിക്കുകയാണ് സൂപ്പർ മാർക്കറ്റ്. എന്തെങ്കിലും പോയതല്ല, എടുക്കൊന്നും പോയതല്ല, വ്യക്തിഗതോടൊപ്പം എന്തോ ബസി, എന്തോ സംഭു, എന്തോ സന്തോഷം, വലിയ ബസിയാവും. ഉടനെ ധാരാവി നിശ്ചയിക്കുമ്പോ ഇങ്ങനെ തന്നി വന്നിട്ട് അതിലൊക്കെ നോക്കും കൂട്ടിയിട്ട പോലെ തോറ്റിയോടിക്കുന്നത് അവിടെ സാധ്യമാണ്. അത്ര ചൂടാവും, ഭയങ്കര ചൂടാവും. അപ്പൊ കഴിഞ്ഞ വർഷം ഞാൻ മുമ്പ് ആൾക്കാരെ നോക്കി ഈ വർഷം അവർ കൂടെ പോകുന്നതാണ്. ആ നക്കായിട്ട് അത് വെക്കുകൊണ്ട് ഭയങ്കര സൗണ്ടാവണല്ലോ. നോക്കുമ്പോൾ സിവിലിൽ നിന്ന് സൗണ്ടായിട്ട്
അവ ആ നാട്ടിൽ ഞങ്ങളുടെ എനിക്ക് എടുത്തിക്കട്ടെ ഒപ്പം തന്ന അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ എന്തായാലും അർഹമായ പുസ്തകങ്ങൾ ഈ പുസ്തകമില്ല ഒരാൾ കഴിഞ്ഞ ദിവസം ക്ലാസ്സിൽ പോകുന്നത് അപ്പൊ നിയമത്തുകളെ കൊണ്ട് നിർമ്മിക്കുന്ന ആൾമാരാണ് എത്രയാണ് നിയമത്തിറപ്പെ അങ്ങനെ നീ നടന്നുകൊണ്ട് പോകുമ്പോ നിനക്ക് നല്ല കോൾഡാവുള്ളൂ തമ്പാവുള്ളൂ ഇതെന്ത് നിയമത്താണ് ഞാൻ വിചാരിച്ച നിയമത്തില്ലെങ്കിൽ മാത്രം നിയമത്താണ് വാറവാറ് ഉണ്ടത്തുകൊണ്ട് മാത്രം നിയമത്തിൽ വർഷത്ത് കൊടുത്ത് എപ്പോ നോക്കി അച്ഛന് കൊണ്ട് ഈ മാത്രം നിയമത്തിൽ തന്നെ വിചാരിച്ച് എന്ത് പോവാം ഞാൻ നോക്കുന്ന അയാൾ മാത്രം ഈ പോയി അയാൾ ഒത്തിരി വലിയ പണക്കാരുള്ള അയാൾക്കൊന്നും പേടിയുണ്ട നക്കെന്ത് നിനക്ക് പേടിയുണ്ട് നക്കെന്തും പേടിയില്ല അയാൾ മാത്രം ഞാൻ നോക്കിയിട്ട് അയാളെ മാത്രം നോക്കിയിട്ട് ഞാൻ കറക്കിടവിടെ ഒരുക്കികൊണ്ട് അയാളാക്കി വലിയ കോടീശ്വരനാണ് ആ നിയമത്തെ ആ ചിന്ത നിനക്ക് വന്നോളാം യാറുപ്പി അയാൾ എയർപോർട്ടിൽ പോകുമ്പോൾ ചെക്കിങ്ങില്ല അയാൾ പോകുന്നില്ല സ്വന്തം ഫ്ലൈറ്റുള്ള പോവാം മക്കൾക്ക് തെക്കൽ തന്നെ ഓടിച്ചിട്ട് വേണ്ടാറ് ഹിന്ദു മുസീബത്ത് മനുഷ്യരുള്ള മുസീബത്ത് നേരെ നോക്കിയിട്ട് ഇങ്ങനെ ഒരുക്കിക്കൊണ്ടിരിക്കേ ഇത് ലോകത്ത് ആണവും പെണ്ണും പിടിച്ചിരിക്കട്ടെ മുസീബത്താണ് അയാൾ എയർപോർട്ടിൽ പോകുമ്പോ ഒരു ചെക്കിങ്ങും ഇല്ലാണ്ട് പോകുന്നുണ്ടായി നാനാച്ചനക്കണം ഉറപ്പേ ദുനിയാവിടെ ഏത് എയർപോർട്ടിൽ തന്നെ പിടിച്ചെങ്കും എങ്ങനെയാണ് കുടുങ്ങിയെങ്കും കഴിഞ്ഞ ക്ലാസ് ചിന്നല്ലേ കവിയുള്ള പറമ്പ ഇത്തരത്തിൽ ഫ്ലൈറ്റ് അഭിമയ്ക്കും ഫ്ലൈറ്റ് ഇല്ലേ പിന്നെ സുബൈക്ക് വേറെ ഫ്ലൈറ്റ് ഒരാൾ ടിക്കറ്റ് ആക്കിയിട്ട് തന്നു അങ്ങനെ നോക്കുമ്പോ എത്രയാണ് ബേജാറായി എന്തിനാക്കടെ വാശംസഭം കൊണ്ടില്ല അവിടെ അരഗണ്ട ചർച്ചയാക്കി നോക്കി ആരെ ആക്കിയില്ല പോയി ഇതിനെല്ലാം വയ്ക്കുന്നില്ല കസിലത്തുണ്യ വന്നാൽ എന്തോ ആയിട്ടാവാം നക്കെന്തായില്ല നാലാണ്ടിലാവും നല്ല ആറാമത്തെ ഒരാളാവത്ത് പോയി ചന്ത തുടങ്ങിയ ഒരാ ചങ്ങന്മാർ കിട്ടിയാറ് അങ്ങനൊട്ടിയെല്ലാം ഉണ്ടിട്ട് വിറ്റാൻ സുബൈക്ക് 7 ഗಂಟೆ ഉപയോഗിക്കുന്നത് 4 ഗಂಟೆയും വന്നിട്ട് എയർപോർട്ട് ആക്കിയിട്ട് അവിടെ എത്തി പ്രയാസമില്ല പക്ഷേ ആ ഹിസാബിന് കുടുങ്ങിയപ്പോ ബേജാറായിട്ട് അരഗಂಟೆ ಒಂದೊಟ್ಟಿಗೆ ಹೋಗಿಯപ്പോൾ ക്യാറാക്കിയില്ലല്ലേ ക്യാറാക്കിയില്ലെങ്കിലും അവിടെ രക്ഷപ്പെടുന്നത് ആളിക്ക് കണ്ടൊട്ടിയെ ദുനിയാവിൽ നിങ്ങൾ ഏത് എയർപോർട്ടിൽ പോയിരിക്കും ഏത് ജയിലിൽ പോയെങ്കിലും രക്ഷപ്പെടുവാവൂ രക്ഷപ്പെടുത്തുക ആളിപ്പോവും പക്ഷേ രക്ഷപ്പെടുത്തുക ആളില്ലാത്തത് അവിടെ മാത്രമാണ് അവിടെ നല്ല നിലക്ക് ഞാനിപ്പോ വിചാരിച്ചത് അയാൾ നല്ല കൈവിരിപ്പോണ്ട് ഇയാൾ നല്ല കൈവിരിപ്പോണ്ടെന്നും വിചാരിച്ചില്ല ഞാൻ ഒന്ന് പ്രശ്നത്തിൽ വിചാരിച്ചുള്ളൂ നല്ല ബച്ചാവെടുത്തതും നാനേ ആക്കണം പിന്നെ ബാക്കി കിട്ടിയതല്ല എക്സ്ട്രാ ബോണസാണ് കിട്ടുന്നില്ല ചൊല്ലുവാകും എന്റെ തെരു നാണേ ആക്കണം കൈകാണിക്കുന്ന റമദാനിൽ എന്നുവായ നക്കി ചൊന്നിട്ട് വെക്കണം അത് നക്കി എന്റെ കബറുള്ള ഇൻവെസ്റ്റ്മെന്റ് നാനേ ചെന്നാക്കി വെച്ചുള്ളൂ അതാരും ചൊല്ലുവല്ല നക്കും എന്റെ റബ്ബും മാത്രം കൊണ്ടുള്ളതാണ് ഞാനൊരാളുടെ സഹായം ആക്കണമെങ്കിലും ആർക്കും കൊണ്ടാവാത്ത ഒരു ശക്തിക്കോ നോക്കാവുന്നു സുബ്ഹാനല്ലാഹ് സയ്യിദുനാ സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹു ഹുസൈൻ റളിയല്ലാഹു അൻഹുയുടെ മോനാണ് അയാൾ 200 300 400 മദീനത്തിൽ വിട്ടുകൊടുത്തുകൊണ്ടിരുന്നത് സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടിരുന്നു ആർക്കും കൊണ്ടില്ല മറിച്ചെന്ന് കൊണ്ടിട്ട് കുളിപ്പാട്ടും അയാളെ കടയിൽ കുറെ ഗായങ്ങളുണ്ടോ എന്തിനു പോവാ ഗായങ്ങൾ ഇത് അയാൾ പുറത്തു പോയിട്ട് ഔത്തര പത്ത് വെച്ചിട്ട് ഈ ഔത്തരൊന്നും കൊണ്ടില്ല ഇത് ഒമ്പത് സൈനുൽ ആബിദീൻ എന്തൊരു ഇഖ്ലാസായിട്ടേക്കു സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹു മരിച്ചപ്പോ ഈ ഔത്തരമാർ വെളിയിൽ പോയോണ്ടില്ല അപ്പോഴാണ് കൊണ്ടവിടെ ഇതെത്തുവാക്കിയത് സയ്യിദുനാ സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹു അവനാണ് ചെന്നുകൊണ്ട് അങ്ങനത്തെ അമലുകളാക്കി വെക്കുന്നു അതുകൊണ്ട് യൂസുഫ് അലി ഏത് എയർപോർട്ട് ചെക്കിംഗ് ഇല്ലാണ്ട് പോയി നാളെ വരാറാക്കില്ല എന്റെ മനസ്സിൽ ഒന്ന് പത്ത് നാളെ റബ്ബുടെ ചെക്കിംഗ് പോസ്റ്റ് ഉണ്ടല്ലേ ചെക്ക് പോസ്റ്റ് അവിടെ ഒന്നും ഇല്ലാണ്ട് നക്കങ്ങ് പോകുന്നതാവും ഹിസാബില്ലാണ്ട് പോകുന്നതാവും അവിടെ രണ്ട് പോലീസും പിടികൂടിയറ അവിടെ രണ്ട് ഒരാളും വന്നിട്ട് തടയുകീറ ഒരു കസ്റ്റംസ് അധികാരിയും കണ്ട് തടയുകീറ ഒരു മലക്കും കണ്ട് നിപ്പാട്ടി പോകുകീറ ഉടൻ വലിയ വലിയ മനസ്സാർ അങ്ങനെ സ്വാധീനം കൊണ്ട് അങ്ങ് ആറാമായിട്ട് എയർപോർട്ടിൽ ഇങ്ങനെ പോകുമ്പോലെ ഫ്ലൈറ്റ് ട്രെയിനിൽ 1 മിനിറ്റ് 10 വരുമ്പോലെ നമ്മൾ 1 ഗಂಟೆ 1.5 ಗಂಟೆ നടന്നിരുന്നു ഇങ്ങമോ ഇത് 1 മിനിറ്റ് 10 വന്നതുള്ള ഇതേപോലെ ദുനിയാവിലാവുന്നത് ഞാനിതേ അത് വെച്ച് നോക്കല് കണ്ണൂർക്ക് എപ്പോ അവിടെയും നക്കോർക്ക സുബൈക്ക് ദുബായിൽ ചോറുണ്ടു ഉച്ചയ്ക്ക് പിന്നെ സൗദിയിൽ ചോറുണ്ടു ജാവുമ്പ കത്തറിലെത്തുകപ്പോ അവിടെ എത്ര വലിയ മുതലാളിപ്പോ എനിക്കെന്ത് കൊസി ഇത് നോക്കിക്കൊണ്ടിരിക്കേ ഞാൻ റബ്ബിനെ അവിടെ മുതലാളിയാവണം അവിടെ നിന്നാണ് ചെക്ക് പോസ്റ്റ് ആറാമമായിട്ട് പോകുന്നു ഒരു പ്രയാസവുമില്ല ഇതൊക്കെ മുന്നായിട്ടാണ് റമദാൻ നമുക്കുള്ളതാണ് റമദാൻ അതൊക്കെ മാത്രമുള്ളതാണ് ആ ചിന്ത എന്റെ പങ്കു കണ്ടുകൊള്ളതാണ് ഇത്തത്തില്ല ഹൈബുമാക്കുന്ന നീ എവിടെയായിരുന്നു നിന്റെ റബ്ബിടെ പേടി വേണം അതാണ് ഞാൻ ചൊന്നെ റബ്ബിടെ റബ്ബ് ഞങ്ങളുടെ ഉണ്ണം അവരുടെ വില എന്തില്ല നമുക്ക് വേറെ ആൾമാരെ അതെനിക്കോ ചൊല്ലുന്ന കുറവുള്ളൂ നമുക്കുള്ള ഭയങ്കര വിലയാണ് ഒരു ആടിൻ കൊടുക്ക അല്ലെങ്കിൽ വേറെ ഒരു എന്റെ സ്നേഹിക്കപ്പെട്ട എന്റെ താഴ്വ എന്ത് ഞാൻ ആദരിക്കുക അല്ലെങ്കിൽ എത്ര സൗകര്യങ്ങളാക്കി കൊടുക്കുക എന്റെ റബ്ബെ ഞാൻ അച്ഛനാക്കി ഞാൻ ഒട്ട നിസ്കരിച്ച് കഴിച്ച ഞാൻ നോക്കി കഴിച്ച അവന് തിരിച്ചാക്കിയത് ഞാൻ അവനൊട്ടിಗೆ ಸ್ನೇಹ
അവന്റെ വിചാരിച്ചിട്ട് ഓടുന്നതെങ്കിലും ഉൾപ്പെട്ടാണ് നക്ക് റമദാനും പടി എന്നത് നക്ക് റമദാനും പടി ദൈവത്ത് അദ്ദേഹത്തിന് നിത്യത്തിന്റെ തുറമെടുത്തത് ഇതിനെയാണ് തിരിച്ചുകൊണ്ടുള്ളത് അതൊരിക്കലും സമാനല്ല റബ്ബ് നിയമത്തുകൾ എത്രയാണ് അത് ഉറപ്പിട്ടെന്ന് ഉൾപ്പെടുന്നു എന്റെ നിസ്കാരങ്ങൾ കുറയുന്നു എന്റെ റബ്ബുറത്തി എനിക്ക് സ്നേഹം വന്നു എന്റെ റബ്ബുറത്തി അത്രയും നിയമത്താക്കിയ നീ നടക്കുമ്പോൾ കണ്ണൽ കിട്ടുക നിയമത്താണ് ഇനിയോ എനിക്ക് നല്ല ഉറക്ക സൗഭാഗ്യം അതിൻ്റെ ഒരു നിയമത്തെ എത്ര ചന്ത അതുകൊണ്ട് നമുക്ക് പോകാൻ സ്ഥലത്തോട് അങ്ങനത്തോ ഈ നിയമത്താണെന്നേ എന്റെ റബ്ബ് നിങ്ങളുടെ നിയമത്താണ് പുറത്തു നോക്കുന്നു ഒരു വയസ്സിലാൾക്ക് 6 തിങ്കളായിട്ട് വന്നാണ്ട് യാതൊരു പ്രയാസമാണ് 6 തിങ്കളായിട്ട് വന്നാണ്ട് മാത്രം പിടിക്കേ യാറോ ನನಗೆ ಸೌಭಾಗ್ಯ ಎಣ್ಣೆ ಬೆಣ್ಣೆ ಬರ್ಕೊಂಡು ಈ ಬಸ್ಸು ತೆಂಗಿನ ವರ್ತಿ ನಿಂಪಂದ ಬಸ್ಸು ನಿಂತೆಂಗು ವರ್ಗದ ಇದು ತೆಂಗಿನ ವರ್ಗ ಎಮತ್ತಿಂದ ವರ್ಗದ ಇನ್ನು ನಡೆದಂಗೆ ಓಡಿ ವರ್ಗ ಗೊತ್ತಿಲ್ಲ ವರ್ಕ್ ಕೆಯ್ಯವೇನೆ ಬಂದದ್ದು ചിലപ്പോൾ മൊബൈൽ നെറ്റ്വർക്ക് കിട്ടാത്ത ജാഗയിലും വർക്ക് നെറ്റ്വർക്ക് കിട്ടാ ഏത് ഉദാഹരണത്തിൽ പോയെങ്കിലും ഏത് ജാഗയിൽ പോയെങ്കിലും അവിടെ നമുക്ക് നെറ്റ്വർക്ക് ഒരു സാധനമാണ് വർക്ക് സുബിക്ക് വിളിക്കും അസമുണ്ട് മരട്ടിയെ അപ്പോഴൊക്കെ അസമുണ്ട് അത്താത് വിളിക്കും അസമുണ്ട് എന്ന് വർക്ക് വിളക്കാക്കിയതിലുണ്ട് അത്രയും ഇത് നിയമത്താണ് ഇത് ನಾನು ಇದರ ಆಚರಣೆ ನಾನು ಎಳಮೆ ನೋಡ್ಬಿಡಿ ನಾನು ಇಪ್ಪ ಎಳಮೆ ನೋಡ್ಬಿಡಿ അങ്ങനെ നോക്കിയിട്ട് ನನ್ನ സുഖത്തെ കളഞ്ഞല്ലാണ്ട് ഒരു സുഖുറുവിനൊക്കെ ഒരു സുഖില്ല ನನ್ನ ബഗ്യമേ ನಾನು അച്ഛനാക്കില്ല അംബുസിക്കും അവതാതുസിരും നിങ്ങളെ ಬಗ್ಗೆ എന്തുകൊണ്ട് നീ അച്ഛനാക്കില്ല ഈ കാലത്ര വലിയ നിയമത്തെ ഇത് വിശദീകരിക്കുകയില്ല ഈ കണ്ണത്ര വലിയ നിയമത്ത് ഇതിനെ മാത്രം തോന്നുന്നത് നിങ്ങൾ കെട്ട അച്ഛനാക്കണോ അത്ര അച്ഛനാക്കിയിട്ടാണ് ഞാൻ കൂട്ടുന്നത് ನನ್ನ റബ്ബത്തെ നിയമത്തെ അൽഹംദുലില്ലാ അൽഹംദുലില്ലാ അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ അല്ലാഹു നമ്മളെ സമാധാനിപ്പിച്ചു തരുമാറാവട്ടെ അർഹമർ റഹീമീനായ റബ്ബേ ഞങ്ങളുടെ സദസ്സ് നീ സ്വീകരിക്കണം റഹ്മാനെ ഞങ്ങളുടെ ഖൽബ് നീ ശുദ്ധിയാക്കി തരണം റഹ്മാനെ അർഹമർ റഹീമീനായ റബ്ബേ പരിശുദ്ധ റമളാനിന്റെ ബർക്കത്തുകൊണ്ട് ഞങ്ങളുടെ ഉള്ളും പരസ്യവും നീ ശുദ്ധിയാക്കണം റഹ്മാനെ നിന്റെ ഓർമ്മ ഞങ്ങൾക്ക് നീ നൽകണം റഹ്മാനെ സദാസമയം നിന്റെ ചിന്ത നൽകണം റഹ്മാനെ നീ തന്ന നിഅമത്തുകൾക്ക് ശുക്ർ ചെയ്യാനുള്ള ഭാഗ്യം നൽകണം റഹ്മാനെ അർഹമർ റഹീമീനായ റബ്ബേ ജീവിതത്തിന്റെ ഈ സെക്കൻഡ് വരെ ധാരാളം തെറ്റുകൾ നമ്മുടെ അവയവങ്ങളെ കൊണ്ട് ചെയ്തിട്ടുണ്ട് റഹ്മാനെ എല്ലാം നീ പുറത്തു തരണം റഹ്മാനെ നന്നാകാനുള്ള മനസ്സ് ഞങ്ങൾക്ക് നീ നൽകണം റഹ്മാനെ റബ്ബേ ഞങ്ങളെ നീ നന്നാക്കി തരണം റഹ്മാനെ ഞങ്ങളെ ഭാര്യ മക്കൾ സന്താനങ്ങൾ ഈ സദസ്സിൽ വന്ന മുഅ്മിനീങ്ങൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ ഞങ്ങളെല്ലാം നീ നന്നാക്കണം റഹ്മാനെ നിന്റെ മഹബ്ബത്ത് മഅരിഫത്ത് കൊണ്ട് ഞങ്ങളെ ഖൽബ് നീ പ്രകാശിപ്പിക്കണം റഹ്മാനെ നീ ഏറ്റവും സ്നേഹിച്ച അഷ്റഫുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബ്ബത്ത് ഞങ്ങളുടെ ഖൽബിൽ നീ എത്തിത്തരണം റഹ്മാനെ അവസാനം ഞങ്ങൾക്ക് ഹുസ്നുൽ ഖാത്തിമ നൽകണം റഹ്മാനെ ഹിസാബില്ലാതെ സ്വർഗ്ഗത്തിൽ കടക്കാൻ ഞങ്ങളെ നീ റെഡിയാക്കി തരണം റഹ്മാൻ ആ ദിനത്തിൽ ഞങ്ങളെ നീ ശരിയാക്കി തരണം റഹ്മാൻ ആളുകളെ ശുദ്ധീകരിക്കുന്നതിന് മുമ്പ് റബ്ബേ ഞങ്ങളെ നീ ശുദ്ധിയാക്കണം റഹ്മാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണം റഹ്മാൻ അർഹമർ റഹീമീനായ റബ്ബേ ഞങ്ങൾക്ക് ഏത് സമയത്തും നിന്റെ ഭയവും നിന്റെ ഓർമ്മയും നിന്റെ സ്നേഹവും വർദ്ധിപ്പിച്ചു തരണം റഹ്മാൻ ഞങ്ങളെ ഈമാൻ നീ സലാമത്താക്കണം റഹ്മാൻ ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات آمين برحمتك يا أرحم الراحمين.